ഞങ്ങളുടെ നാട്ടിൽ ഒരു 1970-71 ആ കാലഘട്ടങ്ങളിലാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മിമിക്രി എന്ന പരിപാടി ആരംഭിക്കുന്നത്. ഒറ്റക്കായിരുന്നു. പിന്നീടാണ് അത് 2 പേര് 3 പേര് ചേർന്നുള്ള കൊതുക് നാണപ്പൻ്റെ മിമിക്രി പ്രോഗ്രാമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ്. അതുപോലെ വേണു ഫാസിൽ, നമ്മുടെ നെടുമുടി വേണു ഫാസിൽ സാറും ചേർന്നുള്ള കോമഡിയൊക്കെയാണ് പിന്നീട് വന്നത്. അതിനുശേഷം ഒരു 81-ലാണ് മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലാരൂപം വരുന്നത്. പിന്നീട് അത് തന്നെ സ്പെഷ്യലൈസേഷനായി. ഈ കോമഡി ചെയ്യുന്ന ഒരാൾ, അതുപോലെ സിനിമാ താരങ്ങൾ അനുകരിക്കുന്ന വേറൊരാൾ, ശബ്ദങ്ങൾ അനുകരിക്കുന്ന വേറൊരാൾ, അങ്ങനെ അതിൽ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ വന്നു. വീണ്ടും ഈ ശബ്ദങ്ങൾ അനുകരിക്കുന്നവരിൽ തന്നെ വീണ്ടും സ്പെഷ്യലൈസേഷൻ വന്നിട്ടാണ് ഈ ഡ്രംസ് വായിക്കുന്ന ഒരാൾ, മൃദംഗം വായിക്കുന്നത്, അതായത് റിതം സൈഡ് മാത്രമേ നോക്കുകയുള്ളൂ, സ്ട്രിങ്സ് വായിക്കുന്ന ഒരു വിഭാഗം. അതിനുശേഷം ഒരു 80-85 കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു സ്പെഷ്യലൈസേഷൻ വന്നിട്ട് അതിൽ നിന്നാണ് ഈ മിമിക്സ് ഗാനമേള എന്നുള്ള ഒരു സംഭവം ഉരുത്തിരിഞ്ഞു വരുന്നത്. ആ സമയത്ത് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ മിമിക്സ് ഗാനമേള മാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ടീമുണ്ട്. ഏതായാലും ഈ ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇത് ഏറ്റവും ടഫായിട്ടുള്ള, വളരെ ടഫായിട്ടുള്ള ഒരു ഗാനമാണ് ഇവരുടെ അവതരിപ്പിച്ചത്. ഏതായാലും ഇവരെ അഭിനന്ദിക്കാതെ നിവൃത്തിയില്ല. അതുപോലെ തന്നെ അതില് അബി, നാദിർഷ, അവരെ നമുക്ക് 2 പേർക്കും അറിയാം. അതുപോലെ തന്നെ വാഴക്കുളം ആന്റണി, റോജി, അരവിന്ദാക്ഷ കുറുപ്പ്, റോജി, ഇവരൊക്കെ ആയിരുന്നു അന്ന് മിമിക്സ് ഗാനങ്ങളുടെ രാജാക്കന്മാര്. ഞാനും ഉണ്ട്. മൃദംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ജോർജ് ചേട്ടന്റെ തബല നമുക്ക് കേൾക്കണം. അതിന് മുൻപായിട്ട് ഇപ്പോ താങ്കൾ ഒരു താരത്തിനെ അനുകരിക്കാറുണ്ട്. ആരാണ്? താങ്കൾ തന്നെ. തുടരും എന്ന് പറയുന്ന സിനിമയിലെ ജോർജ് സാറ് അത് ഇവിടെ അവതരിപ്പിക്കണമെന്നൊരു അപേക്ഷയാണ്, റിക്വസ്റ്റ് ആണ് ഓഡിയൻസിന്റെ. 36 വർഷമായുടെ ബെൻസേ ഞാൻ മിമിക്രിയിലെ. അതിനിടയിൽ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ കുറേ മാട്ടപരിപാടികൾ ഞാൻ കളിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു റിഹേഴ്സലും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ മിമിക്രിയിൽ നിന്ന് റിട്ടയർഡായി അസോസിയേഷന്റെ പെൻഷനും വാങ്ങിച്ച് ഞാൻ വീട്ടിലിരുന്നാലും ഈ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. നിങ്ങൾ ആരെയാടാ ഈ പേടിപ്പിക്കണേ? എന്നെ. ഞാൻ നിങ്ങളെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടേ. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇപ്പോഴും തബല വായിക്കുന്നുണ്ടേ. ഞാൻ ഇനിയും കുറെ അറിയാനുണ്ട് മക്കളെ. ഇതെന്റെ കഥയാടാ. ഈ കഥയിലെ നായകൻ ഈ ഏലൂർ ജോർജാടാ. അല്ല, ഒരു കാര്യം, ഇപ്പൊ ഈ നമ്മുടെ പ്രസാദം പറഞ്ഞ പോലെ തന്നെ മിമിക്സ് ഗാനമേളയിൽ പലരും പല പാട്ടുകളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ അതുപോലെ കിടക്കുന്നൊരു പാട്ടാ ഇത്ര ഗംഭീരമായിട്ട് നിങ്ങൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതിമനോഹരൻ പാട്ടാണെങ്കിലും മൃതാണെങ്കിലും എല്ലാം നിങ്ങൾ നിന്ന് പാടി, കൂളായിട്ട് നിങ്ങൾ തന്നെ മ്യൂസിക്കും ചെയ്തു കേട്ടോ. ഗംഭീരം. നമ്മളെ സന്തോഷ് ചെങ്ങനെ ഭയാനകരമായിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. കൈവക്കുക. സന്തോഷേട്ടാ നിങ്ങൾക്ക് ഒരു സംശയം, നിങ്ങൾക്കൊരു ട്രൂപ്പ് ഉണ്ടോ? നിങ്ങളുടെ ഉണ്ടായിരുന്നു. ഇപ്പം പുള്ളി വിട്ട് സെന്തിലാട്ടിൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു. ജയമാർട്ടിനൊക്കെ ഇവർ 2 ഒരേ സ്ട്രിങ് ആണ് എടുക്കുന്നത്. ഞാനും ഉണ്ടായിരുന്നു ഇവരെ കൂടെ. അടുത്ത പെർഫോമൻസ് അവിടേക്കായാലോ? അതെ, പ്രശാന്ത് മിമിക്സ് ഗാനങ്ങളൊക്കെ സ്ട്രിങ്സ് വായിച്ചിരുന്ന പറയുന്നത് പ്രശാന്ത് പണ്ടല്ലേ? പണ്ട് ഞാൻ 3-4 സ്ട്രിങ്ങിൽ എന്റെ ഗുരുവാണ് സന്തോഷേട്ടൻ. എന്റെ ഇവിടെ ഒക്കെ നിന്ന് കാച്ചിട്ടുണ്ട്. സൈഡ് വാരം. അതെ, അങ്ങനെയാണെങ്കിൽ അല്ലെ, സെന്തിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെന്തിൽ വളരെ സീനിയർ മോസ്റ്റ് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ സുരാജിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. സുരാജിന് വളരെ ഇമോഷണലി കണക്ഷൻ ഉള്ള ഒരാളാണ് സെന്തില്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളാണ് സെന്തില്. അപ്പം ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഫസ്റ്റ് ടൈമാണ്. ഇദ്ദേഹത്തെ നമ്മൾ സ്കിറ്റിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ ബിജുവിനെയൊക്കെ ഇവര് പറഞ്ഞറിയാം, നിങ്ങളെ അറിയാം. സിംഗേഴ്സ് 2 പേരും ഗംഭീരം, കൂളായിട്ട് പാടി. ജോർജ് ചേട്ടാ, ആ ചോറ് പോയ തവലയില്ല, നമുക്ക് ചോറിട്ട് പുതുക്കുക. പഴയ തവല ഇറക്കിയ അപ്പൊ ഇവരാരെങ്കിലും പാടും. ഇവര് പാടണമെങ്കിൽ 4 ലൈൻ പാടണമെങ്കിൽ ഞാൻ തബല വായിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പഠിക്കണം. ഓക്കെ. ഓക്കെ, ഈ തലമുറയുടെ കൂടെ നിന്ന് വായിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾ 30 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഗൾഫിൽ അബിയുടെ നേതൃത്വത്തിലുള്ള കൊച്ചിൻ സാഗറിന്റെ മിംസ് ഗാനങ്ങൾ നടത്തിയത്. 12 പാട്ടാണ് അന്ന് ഞങ്ങൾ പാടിയിരുന്നത്. അന്നൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. ഇന്നും അത്ഭുതം തന്നെയാണ്. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ വിരുന്നുകാരാ വിരുന്നുകാരാ
വന്നാട്ടെ കദളി വാഴക്കൈയിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ കദളി വാഴക്കൈയിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. താങ്ക് യു സോ മച്ച്. ജോർജ് സാറേ തകർത്തിട്ട ജോർജ് സാറേ. താങ്ക് യു. ഐശകദീശ പാത്തുമ്മ കദീശുമ്മ കദീശുമ്മ കുന്തല്ലേ തള്ളല്ലേ പന്തല് പൊളിഞ്ഞാടും പന്തല് പൊളിഞ്ഞാടും കുത്തിരിക്കി ആ കുത്തിരിക്കി ആ കുത്തിരിക്കി കുത്തിരിക്കി ഡബ്ബർ കട്ടുമ്മേ ഡബ്ബർ കട്ടുമ്മേ കുടിക്കാൻ കൊടുക്ക് കൊടുക്ക് കുടിക്കാൻ കൊടുക്ക് കുടിക്കാൻ കൊടുക്ക് ആ കുടിക്കാൻ കൊടുക്ക്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പാട്ട് പാടുമ്പോ നിന്നോടാരാ ഡാൻസ് കളിക്കാൻ പറഞ്ഞ? അല്ല, ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കൊഴപ്പിക്കാൻ. നീ കൊഴപ്പിടിക്കാൻ വന്നതല്ല, നീ കുഴപ്പമുണ്ടാക്കാൻ വന്നതാ. അയ്യോ, സത്യമായിട്ടല്ല. പാട്ട് പാടുമ്പോ ഡാൻസ് കളിക്കാൻ നീ ആരാ? റിമി ടോമിയാ? എന്താ ഇത്ത ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? ഈ ആയിട്ട് ഇത്തക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ഭയങ്കര ദേഷ്യം. എനിക്ക് ദേഷ്യം കൂടികളല്ലേ ഞാൻ ബീരാനിക്കാനെ ഡൈവോഴ്സ് ചെയ്തേ. ഡൈവോഴ്സ് ചെയ്തു. അയ്യോ, അതെങ്ങനെ എത്താ? ഇത്രയും നാളായിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കല്ലേ, അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഡൈവോഴ്സിനെയൊക്കെ എത്തിച്ചെന്താ? അതെങ്ങനെ തട്ടിങ്കലല്ലേ മോനെ? ചട്ടിയും കലാവുമ്പോഴൊക്കെ തട്ടിമുട്ടി ഇരിക്കൂലേ ആമിനത്താ? ചട്ടിങ്കലാവുമ്പോ തട്ടിമുട്ടിയിരുന്നാ കുഴപ്പമില്ല. പക്ഷെ 24 മണിക്കൂർ ഇങ്ങനെ മുട്ടിയിരുന്ന് കഴിഞ്ഞാൽ ആർക്കായാലും ഇറിറ്റേഷൻ ഉണ്ടാവൂലേ? പക്ഷെ എന്താണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ കാരണം എന്താ? ഞാൻ ഇത് ഫോട്ടോ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടു. പക്ഷെ പുള്ളി അതിന് ലൈക്കും തന്നില്ല, ഷെയറും തന്നില്ല, കമന്റും തന്നില്ല. അതിനാണോ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്? അത് മാത്രമല്ല, ഞാൻ പുള്ളിയുടെ മൊബൈൽ നോക്കിയ പുള്ളി പല പെണ്ണുങ്ങൾക്ക് ലൈക്ക് ഉണ്ട്. നമ്മൾ കാണാണ്ടും ലൈക്ക് ഉണ്ട്, കണ്ടും ലൈക്ക് ഉണ്ട്. അത് മാത്രമല്ല, കമന്റ് ഇടുന്നുണ്ട്, കൊളാബും ചെയ്യുന്നുണ്ട്. അതിപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ എന്റെ ഫോട്ടോ ഇടാച്ചെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? എന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഓ, അതിന് നല്ലതല്ലേ? ഇൻസ്റ്റാഗ്രാമിലല്ല, ഫേസ്ബുക്കിലല്ല, യൂട്യൂബിലല്ല, പിന്നെ OLX-ല്. അതെന്നെ വിൽക്കാനിട്ടേക്കാണ്. അത് ചിലപ്പോ മാറിപ്പോയതായിരിക്കും, അബദ്ധം പറ്റിയതായിരിക്കും. മാറിപ്പോയതല്ല, ഞാനല്ലേ നാറിപ്പോയത്. എന്റെ പൊന്നിത്ത, അതിലൊക്കെ ഇങ്ങനെ ഡൈവോഴ്സ് എന്നൊക്കെ അത്ര കഠിനമായ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ? അതൊക്കെ നമ്മളൊക്കെ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാ? അങ്ങനെയുള്ള ഇതാണ് ഈ അറേഞ്ച്ഡ് മാരേജിന്റെ കുഴപ്പം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തേക്ക് ചോദിക്കാം, അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത് അതോ പ്രേമ വിവാഹമാണോ നല്ലത്? അതിപ്പോ ഞാൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രേമിച്ചിട്ട് അത് അറേഞ്ച്ഡ് മാരേജ് ആകുന്നതാണ് നല്ലത്. ആയിട്ട് പ്രേമിക്കണം. കിഷോർ കേക്കണ്ടല്ലോ അല്ലേ ഇത്? കേട്ടോട്ടെ. അപ്പൊ നിന്റെ അറേഞ്ച് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് അഭിപ്രായം പറഞ്ഞ. പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാ നല്ലത്. അതെന്താ അങ്ങനെ? അതിനൊരു കാരണമുണ്ട്. അറിയാൻ പാടില്ലാത്ത കാട്ടാറിനേക്കാൾ നല്ലതല്ലേ അറിയാവുന്ന വേട്ടാവളിയൻ? അത് സ്കോർ ചെയ്തു. അത് നമ്മള് ഈ ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു യുഗത്തിലാണ്. അപ്പം ഇത്ത നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാം ഭയങ്കര പോസ്റ്റ് മോഡേൺ ആണ്. ഇതൊക്കെ ഇപ്പൊ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള AI യെ പറ്റി എന്താണ് അഭിപ്രായം? അതെന്താണ് അയ്യേ എന്ന് പറഞ്ഞത്? അല്ല, ഈ AI എന്നാ ഞാൻ പറഞ്ഞേ. കാരണമുണ്ട്. ഞാൻ എന്റെ ഈ മൊബൈലിനകത്ത് ഒരു AI ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ഈ AI-ന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിമാനത്തിൽ കയറിയിട്ടില്ല മക്കളെ. അപ്പൊ വിമാനത്തിൽ കയറണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വിമാനത്തിൽ കയറുന്ന ഒരു ഫോട്ടോ ഇടാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ AI എനിക്കൊരു ഫോട്ടോ ഇട്ട് തന്നു. ആ ഫോട്ടോ ആണ് അത്. ഏത്? ഓ, അതെ, ചിലപ്പോ ഈ ഇതെന്താ പറ്റണെന്നറിയോ? ഈ AI-ക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പൊ അകത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞത് ചിലപ്പോ അകത്തിരിക്കുന്ന അങ്ങനെ ഉണ്ട് ഒരു കുഴപ്പം. അല്ല, ഞാൻ ഫോട്ടോ എനിക്ക് പച്ചക്കറി കടയിൽ പോകാനുണ്ട്. അയ്യോ, അത് വേണ്ട വേണ്ട വേണ്ട
വേണ്ട. ഇനി പച്ചക്കറി കട പോകുന്ന പരിപാടി നിർത്തിക്കോ, വേറെ ആരെങ്കിലും ഇത് വീട്ടിൽ കൊണ്ടുതരാം. അതെന്താ? കഴിഞ്ഞ ദിവസം എന്ത് കച്ചറയാണ് നിങ്ങൾ ആ മാർക്കറ്റിൽ കിടന്ന് കാണിച്ചത്? നാണക്കേടാ. ഇപ്പൊ ഇങ്ങനെ അല്ലല്ല, ഞാൻ ഏത് പച്ചക്കറി കടയിൽ ചെന്നാലും ഇപ്പൊ 1 കിലോ തക്കാളി മേടിക്കണമെങ്കിൽ 1 മണിക്കൂർ എടുത്ത് അത് നോക്കിയിട്ടാ ഞാൻ മേടിക്കുള്ളൂ. അതായിക്കോട്ടെ. അതുപോലെ എന്തിനാ മുരിങ്ങാക്കോല് എടുക്കണമെങ്കിൽ ഞാൻ 1 മണിക്കൂർ നോക്കിയിട്ട് എടുക്കുള്ളൂ. എന്തൊരാളായിരുന്നു ദേവി ഭയങ്കര നാണക്കേടായി പോയി. അപ്പൊ ഞാൻ കുറെ നേരം നിന്നപ്പോ കടക്കാരൻ പറഞ്ഞ് ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് പറയുന്നത് ശരിയാണ്. അല്ല വേറൊരു കാര്യമുണ്ട്, ഒരു 1 കിലോ തക്കാളി എടുക്കാൻ എന്തിനാണ് 1 മണിക്കൂർ? അതില്ല മോനെ, ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയുണ്ടല്ലോ, പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അതെന്താണ്? എന്റെ കല്യാണത്തിന് പറ്റിയ പറ്റ എനിക്ക് പിന്നെ പറ്റരുത്, അതുകൊണ്ടാ. ഓ, അതുകൊണ്ട് നോക്കിയും കണ്ടും എടുക്കുവാണ്, സെലക്ട് ചെയ്യുവാണ്. അതെ, അതെ. ഓ, അത് നല്ലൊരു ഐഡിയ ആണ്. ഈ ജനറേഷനാണ് അത് ശരിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഈ സ്ത്രീകളുടെ ഒരു ശക്തി തെളിയിക്കണം. അത് ശക്തി തെളിയിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർത്തെ. ഈ മിമിക്രി ഫീൽഡിലെ ഈ പെണ്ണുങ്ങൾ വളരെ കുറവാ, ആണുങ്ങളല്ലേ കൂടുതലേ. അല്ല, കുറവെന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതാ നമ്മൾ എന്താ അറിയോ, പണ്ടത്തെക്കാളും ഇപ്പൊ ഒരുപാട് അതിലിപ്പോ കൂടിയിട്ടുണ്ടെങ്കിൽ സിനിമയിലുള്ള അത്രയും പെണ്ണുങ്ങളില്ലല്ലോ ഇതിനകത്ത്. സിനിമയിൽ എത്ര ഇല്ല. അതില്ല. അല്ല, അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, നമ്മളിപ്പോ ഇവിടെ ഒരുപാട് പരിപാടികൾ കണ്ടു. ഇപ്പൊ എന്താ പറയാ, പുതിയ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ പരിപാടികളും സ്ത്രീകളുടെ പരിപാടി ഉണ്ടായില്ലല്ലോ. സ്ത്രീകളുണ്ടല്ലോ. ഉണ്ടല്ലോ. ഞങ്ങള് 3 പുലികളെ ഇറക്കാൻ പോയി. മിമിക്രിയിൽ നമ്മൾ മോശമല്ലാന്ന് തെളിയിക്കുന്ന 3 നല്ല വെടിക്കെട്ട ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ വിളിക്കാവരെ? 3 പേരെ വിളിക്കുകയാണ്. നല്ല കയ്യടിയോട് കൂടി തന്നെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം നമ്മുടെ പെൺസിംഹങ്ങൾ. അടിപൊളി അടിപൊളി അടിപൊളി. ഞങ്ങളുടെ 3 ഇത് പെൺ സിംഹങ്ങളാണ്, പെൺ പുലികളാണ്. ഐറ്റം കണ്ടിട്ട് തീരുമാനിക്കാം സിംഹമാണോ പുലിയാണോ എന്ന്. അപ്പൊ അങ്ങ് അറ്റത്തുനിന്ന് തുടങ്ങാം. എന്താണ് പേര് പറഞ്ഞു തുടങ്ങാം? എന്റെ പേര് സരിത. സരിത. മല്ലം ആണ് വീട്. മല്ലം. സരിത എന്ത് സൗണ്ട് ഒക്കെ എടുക്കുന്നത്? കാന്താര എന്ന സിനിമയുടെ ഒരു BGM. ഓ, മ്യൂസിക് ആണ്. വാവ്. ആഹാ. ആഹാ. സൂപ്പർ. സ്മിത പ്രമോദ്. നമിത. അങ്ങനെ ഒരിക്കലും കേറില്ല എന്നൊന്നും പറഞ്ഞില്ല. ഏതാണ്ടാവാൻ വേണ്ടി കൊട്ടും കൊരവേം പാട്ടും ഡാൻസും ഒക്കെ ആയി ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ കാര്യത്തിൽ തീരുമാനപ്പെട്ടെ അപ്പൊ ആലോചിക്കാം. ഈ ഊരൂന്റെ പുറകിലിരുന്ന് ദുബായ് കടപ്പുറം വഴി കാലിഫോർണിയയിലേക്ക് പോവാം. ഇനി അടുത്ത ആളിലേക്ക് വരാം. എന്താണ് പേര്? പ്രീതിമ. പ്രീതി എവിടുന്നാ വരുന്നേ? പ്രീതിമ എന്നാണ്. പ്രീതിമ. മായും കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ അസോസിയേഷനിലേക്ക് എടുക്കാം. മാന്ന് ഓൾറെഡി ഫ്രീ ആയിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരണം. അല്ല, അപ്പോഴും പറയാലോ മായും കൂടെ ഉണ്ട് മായിലും ഉണ്ടെന്ന്. അപ്പൊ മാമാ നാട്ടിന്റെ മണ്ണെണ്ണ തീർന്നിട്ടില്ല കേട്ടോ. അതിന്റെ കൂടെ തീപ്പൊരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഏതാണ് പ്രീതിമ, ഏതാണ് സൗണ്ട് എടുക്കുന്നത്? മല്ലിക സുകുമാരൻ മാമിന്റെ ശബ്ദം ഒന്ന് ട്രൈ ചെയ്യാം. പൃഥ്വിരാജ് വശപ്പശകായിട്ട് നോക്കുന്നു ലാലേട്ടനെ. അത് കഴിഞ്ഞപ്പോ ടൊവിനോ ശരിയല്ല. ടൊവിനോ മോഹൻലാൽ ഇങ്ങനെ ഈ ഒരു ഫ്രീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുകയും രാജുവിന്റെ മനസ്സിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് അച്ഛന്റെ കൂടെ കണ്ടൊരു സീനിയർ നടൻ. ഓക്കെ, അപ്പം അടുത്തത് രഞ്ജിനി ഹരിദാസ്. ഈ കൊച്ചെന്തൊക്കെയോ ചോദ്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിന് ഉത്തരം പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറല്ല. ഇംഗ്ലീഷ് വന്നു, അത് സ്വീകരിക്കാനും തയ്യാറല്ല. അടിപൊളി. അപ്പോ ചിന്ത ചേച്ചിയുടെ ശബ്ദം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ വന്നതുകൊണ്ട് എന്തായാലും 2 വരി ഓണം പാട്ട് തന്നെ പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. ഉണ്ണി ക്ഷമിക്കണം, ഞാനൊന്ന് കലോത്സവത്തിന്റെ ഓർമ്മകളിലേക്ക് വന്നു പോയതാണ്. അപ്പോ ഇവിടെ എല്ലാവർക്കും ഞാൻ എന്റെ ഓണ ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൂപ്പർ. അപ്പൊ ഇനി അടുത്ത ആളിലേക്ക് പോവാം. ചേച്ചി പേര് പറഞ്ഞു തുടങ്ങാം.
എൻ്റെ ഒരു ബീന. ബീന ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോ ഒരു നമ്മുടെ പഞ്ചായത്ത് നായരമ്പലം പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറാണ്. അപ്പൊ ഏത് ശബ്ദമാണ് ഇവിടെ അനുകരിക്കുന്നത്? ഞാൻ കുറച്ച് രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെ ശബ്ദമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ അത് വളരെ വ്യത്യസ്തമാണ്. വാർഡിലുള്ളവരുടെ ഭാഗ്യമല്ലേ ഈ കുളിമുറിക്ക് എരുത്തിലേക്ക് അപേക്ഷിക്കാൻ വരുമ്പോ ഓരോ സ്റ്റാർ കേട്ടിട്ട് പോവാം. അപ്പൊ ചേച്ചി ആരുടെ സൗണ്ടാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഞാൻ എന്തായാലും മിമിക്രി രംഗത്ത് വന്നിട്ട് നമ്മുടെ സുരേഷ് കൃഷ്ണ സാറിന്റെ ശബ്ദം അദ്ദേഹത്തിന് മുമ്പിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ ശബ്ദം ഞാനൊന്ന് ശ്രമിക്കാം. തീർച്ചയായിട്ടും കേൾക്കാം. ക്രിസ്റ്റി ഞാൻ പറഞ്ഞു കേൾക്ക്. ഇവൾക്ക് വേണ്ടി അച്ഛൻ എത്ര പണം വേണ്ടി തരും, നമുക്ക് ഭാഗം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ, നിനക്കും ഷെയർ തരാം. പെണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ. കഴിയില്ല നിനക്ക്. എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും നിനക്ക് അപ്പനോട് ജീവിതകാലം മുഴുവനും. പോലും അധികം സുരേഷ് ചേട്ടന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല. പക്ഷെ ബീന ചേച്ചി കലക്കി. അടിപൊളി. അപ്പൊ ബീന ചേച്ചി അടുത്ത ആരെയാണ്? ഞാൻ ജനിച്ച നാട് നോർത്ത് പറവൂരാണ്. അപ്പൊ നോർത്ത് പറവൂരിന്റെ അഭിമാനമായ നമ്മുടെ ബിജിക്കുട്ടിന്റെ ശബ്ദം. അടിപൊളി. ശരിക്കും പറഞ്ഞ മാലപ്പടക്കത്തിനെടുത്തോള് എന്തൊക്കെയാണ് ഒന്നും പറയല്ല. ഓൾ ദ ബെസ്റ്റ്. ചേച്ചിക്ക് ഒരുപാട് പരിപാടികൾ ഇട്ടിട്ട് ഓൾ ദ ബെസ്റ്റ്. ടിനി ടോമെ കണ്ടുപിടിക്കടാ. അടിപൊളിയായിട്ട് സൂപ്പറായി. അതെ, ഈ ടെസ്റ്റിനിത്താൻ വേണമെങ്കിൽ സൗണ്ട് എടുക്കും. ആണോ? ആ ടെസ്റ്റിനി ട്രെയിലർ ചെയ്യും, ഇംഗ്ലീഷ് ട്രെയിലർ ചെയ്യും. വേണമെങ്കിൽ ഇവർക്കൊരു റെസ്റ്റ് കൊടുക്കാനായിട്ട് അതും ചെയ്ത്. You could be just we are waiting for the tomorrowland. That's the reason that you have not came. Yes, sure. You must be coming to the place of New York. No, where is small is Yes, you are beautiful. And kind of very, you can't say. Yes, the fragrance of the love and the romantic chairs. Yes, that's the reason that you are here in this room and we are alone. We should be. പ്രസവിച്ചോ കൊച്ചൊക്കെ? ഇതിന്റെ റിഹേഴ്സൽ എവിടെ വെച്ചായിരുന്നു? ന്യൂയോർക്കില്. കുട്ടിയെങ്കിലേ അച്ഛൻ പ്രസവിച്ചല്ല, ഞാൻ വാതില് തുറന്നതാ. അതെ, ഞങ്ങള് കഥ കേട്ടെടുത്ത് വായിട്ടിടയ്ക്ക് ഒരു കുഞ്ഞിന്റെ കരച്ചില്. അപ്പൊ ഞങ്ങള് കഥ സങ്കല്പിച്ചു പോയി, എവിടെ റൂം എടുത്തു, സംസാരിച്ചു. അതിനിടയ്ക്ക് കൊച്ചു വന്നു. അടിപൊളിയാണ്. അല്ല, നല്ല മൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേച്ചി കിഡിലായിരുന്നു. അടിപൊളി. തകർത്തു വാൻപൊളി. ആ മൈൻഡിൽ നമ്മൾ തിരിച്ചു വരണം. കാരണം ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കാന്നുള്ള എല്ലാവർക്കും അറിയാലോ. എങ്കിൽ ഇടിവെട്ട് പോലെ ഞാനൊരു സത്യം പറയാൻ പോവാണ്. നമ്മുടെ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ സ്കിറ്റ് പെർഫോമൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അടിപൊളി. ഇനി ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി നേരെ ഇതിന്റെ വിന്നേഴ്സ് ആരൊക്കെയാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ലാസ്റ്റ് സ്കിറ്റ് കണ്ടാലോ? ഏത് മോഡ്? ഏട്ടാ പാല്. അല്ല പാല്. എന്താ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല ആരെങ്കിലും വിളിക്കണോ? ടെൻഷൻ കാരണം ചോദിച്ചതാണ്. എനിക്ക് വേണ്ടി ടെൻഷൻ. എന്തെങ്കിലുമൊക്കെ മിണ്ടോണ്ടിരിക്കട്ടാ. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അല്ല പെട്ടെന്നുള്ള ടെൻഷനിൽ ഞാൻ എന്തൊക്കെയോ ചോദിക്കണേട്ടാ. ബേബി സാബു. ബേബി സാബു എന്തൊരു സ്ഥലം. നമ്മുടെ രണ്ടുപേരുടെ പേര് എന്തൊരു മാച്ചാണ്. ബേബി സാബു. ബേബി ഷാംപൂ. ബേബി ഷാംപൂ എന്നല്ല, ബേബി സാബു. സാബു എന്തടി കള്ളി? എന്തൊരു കള്ള? എന്തടി പോലെ? എന്തൊരു കള്ള? എന്തടി പോലെ? എന്തൊരു കള്ള? എന്തടി പോലെ? എന്തൊരു കള്ള? ഒന്നുമില്ലടാ. അയ്യോ ചേട്ടന്റെ അച്ഛനല്ലേ അത്? അച്ഛനായിരുന്നില്ലേ? ഞങ്ങള് നാട്ടിൽ അന്വേഷിച്ചായിരുന്നു. എവിടെ അന്വേഷിച്ചാലും അതിന്റെ അച്ഛൻ തന്നെയാണ്. ചേട്ടൻ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ നാട്ടിൽ അന്വേഷിച്ച് എല്ലാരും നല്ല അഭിപ്രായമാണല്ലോ. ആണല്ലേ? അയ്യോ ചോമ. അയ്യോ ചേട്ടാ ആവി പിടിക്കണ? അയ്യോ ആവി പിടിക്കലട്ടാ, എനിക്ക് പുക അലർജിയാണ്. വലിക്കൂല. 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 അയ്യോ
വലിക്കൂല വലിക്കൂല എന്ന് ഇത് കിടന്ന് വലിച്ചോണ്ടിരിക്കാനുള്ള സിഗരറ്റ് വലിക്കൂലെന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് എന്നാ ആശുപത്രി പോയാലാ? അയ്യോ ആശുപത്രി പോലെ അതെന്താ? നഴ്സുമാരുടെ ഭയങ്കര പെണ്ണുങ്ങളല്ലേ, എനിക്ക് പെണ്ണുങ്ങളുടെ മുഖത്ത് എന്തൊരു ചമ്മല് പോലെയാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കൂലേ? അയ്യോ, ഞാൻ ഇവിടെ നടക്കണ കാര്യമൊക്കെ എന്റെ അമ്മനെ വിളിച്ച് പറയട്ടെ. ഞാൻ അളിയനെ വിളിച്ചു പറയാം. അതെന്തിനാ? അളിനി ആദ്യരാത്ര കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതിനാളിനിപ്പോ ഉറങ്ങിക്കാണൂലേ? അളിയോ ഓ ഉറങ്ങിയിട്ടില്ല, പുറത്തിരിപ്പുണ്ട്. ചേട്ടാ, ഞാൻ ആ കാര്യം പറഞ്ഞ കാര്യമല്ല. ചേട്ടൻ ഇത്രയും നല്ലൊരു ചെറുക്കനാണെന്ന് എന്റെ അമ്മേനോടൊന്ന് പറയട്ടെ എന്ന്. അതൊക്കെ നമുക്ക് നാളെ പറഞ്ഞ പോരെ. ഇപ്പൊ നമ്മുടെ ആദ്യരാത്രിയുടെ മൂടെ നമുക്ക് ആദ്യരാത്രിയിലേക്ക് പോകാം, അത് നല്ലത്. മൂട് കളയണ്ടല്ലേ? വേണ്ട. ഏട്ടാ കല്യാണ മണ്ഡപത്തിൽ വെച്ചേ സ്റ്റോറി ഇട്ടായിരുന്ന? താലി കെട്ടുന്ന സമയത്ത് ഒരു ചെറിയൊരു ടെൻഡൻസി വന്നായിരുന്നു, പിന്നെ മോശം എന്ത് കരുതിയിട്ടാണ്. ചേട്ടന്റെ അളിയനുണ്ടല്ല, കല്യാണ മണ്ഡപത്തിൽ വെച്ച് സ്റ്റോറി ഇട്ടായിരുന്നു. മാറി അവൻ അല്ലെങ്കിൽ അങ്ങനെയാണ്. വീടെന്നോ പറമ്പെന്നോ മണ്ഡപമൊന്നുമില്ല, എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. നീ എന്താ ഉദ്ദേശിച്ചത്? സ്റ്റോറി. സോറി സ്റ്റോറി അല്ല സ്റ്റോറി. സ്റ്റോറി കാരണം ലൈഫിന്റെ ഇത്തിരി തന്നെ ഇപ്പൊ മാറിപ്പോയേനെ. എന്ത് ചെയ്യാനാ? ഇതേ ഇനിയിപ്പോ എന്ത് ചെയ്യണം ഞാൻ ആലോചിച്ചോണ്ടിരിക്കണം. കൊളാബ് ചെയ്താല? വലയിറ്റി എടുത്തു വാ. ചേട്ടാ, ചേട്ടന്റെ അളിയൻ പറയുന്നേ ചേട്ടന് കൊളാബ് ചെയ്യാൻ അറിയാൻ പാടില്ല. അവൻ അങ്ങനെ പറഞ്ഞാ നീ ലൈറ്റ് ഓഫ് ഇപ്പൊ ഞാൻ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ കൊളാബ് ചെയ്തിട്ട് ആദ്യം ചേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്ക് സെൻഡ് ചെയ്യാം. എന്ത് വീഡിയോ? നിനക്ക് ഭ്രാന്താണ്. എന്താണ് ഈ പറഞ്ഞോണ്ട് പോണത്? ഞാൻ കൊളാബ് എന്ന് പറഞ്ഞതേ നമ്മള് രണ്ടുപേരും കല്യാണത്തിനെടുത്ത വീഡിയോ ഇല്ലേ, അതൊന്നിച്ച് പോസ്റ്റ് ചെയ്യണ കാര്യമാണ് കൊളാബ് എന്ന് പറഞ്ഞത്. എന്റെ ചേട്ടൻ എന്തൊരു നിഷ്കുവാണ്. ചേട്ടന്റെ ഫോണിലേക്ക് ഞാനൊരു സാധനം അയച്ചിട്ടുണ്ട്, നോക്കിക്കേ. ഇത് എന്തിനാണ് 143 അയച്ചത്? ചേട്ടാ, 143 രൂപയല്ല, 143 I love you. അതാണോ? ഒരു സാധനം ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ടേ. എന്തിനായിട്ട് 1432 രൂപ? ഐ ലവ് യു ടു. ഐ ലവ് യു 3 എനിക്ക് അയക്കണമെന്നുണ്ട്, പക്ഷെ ഫോണിന്റെ EMI പിടിച്ചോണ്ട് ബാലൻസ് ഇല്ല. അതെ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്ത് വേണം പറഞ്ഞോ. എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. ആടി പറ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ട് അയ്യോ എന്തൊക്കെ കാണിക്കുന്ന ആദ്യരാത്രി നടക്കാൻ. ചാടി ആദ്യരാത്രി പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു. അല്ല ആടി പറയാൻ പറഞ്ഞപ്പോ ആടി പറഞ്ഞു, ഓടാൻ പറഞ്ഞപ്പോ ഓടിയാണ് ചാടി നിന്നാ. അയ്യോ ചേട്ടൻ എന്റെ കൂട്ടുകാരത്തി വിളിച്ചപ്പോ അവളോടാ പറഞ്ഞത് ഓടാനും ചാടാനും ഒക്കെ. അവളോട് കിടക്കാൻ പറയാൻ പാടില്ലായിരുന്നോ? എടി ചേട്ടനെ വാമപ്പൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് നിക്കണേ, ഞാൻ പിന്നെ വിളിച്ചാൽ മതിയാ. ഏട്ടൻ പറയേട്ടാ. അല്ല വാമപ്പിലേ പറയാൻ വന്ന കാര്യം മറന്നുപോയി. നമുക്ക് നമ്മുടെ ആദ്യരാത്രിയിലേക്ക് പോവാം. ബേബി സാബു ബേബി നാട്ടിനഴിച്ച് കെട്ടിട്ട് കിടന്ന് ഉറങ്ങടാ. അളിയെന്ന് ഉറങ്ങിയിട്ടില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെ പറഞ്ഞാൽ മതി കേട്ടാ. ഏട്ടാ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാം? കിടക്കണമെന്നല്ലേ? അല്ല, നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 3 മക്കളെങ്കിലും വേണോട്ടാ. ആദ്യം ഞാൻ ഈ റോഡൊന്ന് വെട്ടട്ടെ, എന്നിട്ട് നമുക്ക് ടാറിട്ടാ പോരെ. വാ നമുക്ക് കിടക്കാൻ സമയം കണ്ട. വാ വാ കിടക്ക വാ. അവിടെ എന്താടാ? ഞാനല്ല ഇത്, ഞാനല്ല. ആവശ്യമായ ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ. അയ്യോ ഞാനൊരു കാര്യം പറയട്ടെ, ഒരാളെ പോലെ 9 പേരുണ്ടാവുന്നതാണ്. നീ ഇപ്പൊ കണ്ടത് അങ്ങനത്തെ ഒരാളെയാണ്. ഇല്ല ഇല്ല, ഇത് നിങ്ങൾ തന്നെ, ഞാൻ വിശ്വസിക്കൂല, ഇത് നിങ്ങൾ തന്നെയാ. സത്യം പറ, ഏതാ ഇവള്? ഈ രാത്രി ഇങ്ങനെ പിണങ്ങല്ലേ, നമ്മുടെ ആദ്യരാത്രി മൂടുകളല്ലേ. ഞാൻ മുമ്പ് തന്നാ തീരാവുന്ന പ്രശ്നമുള്ളതൊക്കെ വേണ്ട. ഞാൻ തരും. വേണ്ട തരും. വേണ്ട. അതെന്തിപ്പെടുത്തോളെ പല്ല ആടിക്കിടക്കാണ്, തുപ്പിക്കിടക്കാണ്. പിന്നെ പേപ്പറിൽ പറഞ്ഞ പല്ല് ഞാൻ ആദ്യമായിട്ട് കാണേ. സത്യം പറയാത്തത്, സത്യം പറയാത്തത്, സത്യം പറയാത്തത്. ബേബി കൂൾ കൂൾ കൂൾ. ഇനി പറ എന്താ? 3 തവണ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ എന്നെ പറഞ്ഞു ചതിക്കല്ലേ, നിങ്ങൾ എന്നെ പറഞ്ഞു ചതിക്കല്ലേ. എടി സത്യമായിട്ടും എന്റെ മനസ്സിൽ നീ അല്ലാണ്ട് വേറെ ആരുമില്ല. മനസ്സിൽ വേറെ ആരുമില്ല, പക്ഷെ എന്താണ് ഈ നീണ്ടിരിക്കുന്നത്? നീ വീട്ടിൽ തുറന്ന ബ്രഷ് ആയിരിക്കുള്ളൂ. അല്ല, ആഹാ, വലിക്കില്ല വലിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വലിപ്പിക്കണായിരുന്നല്ലേ നിങ്ങള്. സത്യം പറ, ഇനി എന്തൊക്കെയുണ്ട് നിങ്ങളുടെ കയ്യിൽ? നോക്കട്ടെ നോക്കട്ടെ. എന്താണോ ഇത്? ഷഡ് ലൂസ് ആവാണ്ടിരിക്കാൻ വെച്ചതാ. അളിയനെടുത്ത് വെക്കാൻ പറ്റൂല. അയ്യോ എന്റെ ദൈവമേ, എന്റെ ജീവിതം തൊലഞ്ഞ്. ഇത് മൊത്തം ലഹരിയാണ്. ഞാൻ ജനിച്ചപ്പോ കൂടെ ഉണ്ടെന്ന് ഓഹരിയത്. ഒരു കാര്യം ഞാൻ പറയാ, എന്തും ഞാൻ സഹിക്കും, പക്ഷെ ലഹരി വരെ ഞാൻ സഹിക്കും, പക്ഷെ പെണ്ണ് അത് ഞാൻ സഹിക്കൂലടോ.
അതല്ല AI. AI അല്ല നിങ്ങളുടെ എ ആണത്. അതല്ലടി AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഈ AI വഴി മരിച്ചുപോയ ആൾക്കാരെ കണ്ടില്ല, മേഘത്തിന്റെ ഇടയിൽ വന്നിട്ട് വെള്ള ജുബൊക്കെ ഇട്ട് ടാറ്റ ചെയ്ത് കാണിക്കൂലേ, അതുപോലെ AI ഞാൻ ഉണ്ടാക്കി കൊടുത്ത പെണ്ണാണ് ഈ കണ്ടത്. അതെ സത്യമായിട്ടും. സത്യമാണോ? 24 മണിക്കൂറും ഫോണ് കളിച്ചോണ്ടിരിക്കുന്ന നിനക്ക് എന്താണെന്ന് അറിയാൻ പാടില്ലടി. അതാ ഞാൻ പറഞ്ഞത്. എന്റെ ദൈവം, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച് സോറി ഏട്ടാ. ചുമ്മാ കിടന്നത് നമുക്ക് ഉറങ്ങാം. അല്ലേട്ടാ ഒരു കോള് വന്നിട്ടുണ്ടല്ലോ. ഹലോ ഹലോ പറ. ഹലോ 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 ബിജുക്കുട്ടൻ സിനിമ ബിജുക്കുട്ടൻ. അയാളെ ഈ സമയത്ത് വിളിക്കുന്നത് ഒരു ആശംസ പറയാൻ വിളിച്ചാ എന്നിട്ട് പറഞ്ഞു ഒന്നും പറയില്ല. എനിക്ക് വിശ്വാസമില്ല. നോക്കട്ടെ സാബുക്കുട്ട, നമ്മുടെ വീഡിയോ ഭയങ്കര വൈറലായി. നാട്ടിൽ എനിക്ക് ഇപ്പൊ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നീയാണ് വേറെ കല്യാണം കഴിച്ച്. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, നീ എന്റെ ബെസ്റ്റിയാണ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അതുകൊണ്ട് മര്യാദയ്ക്ക് വീടിന്റെ ഫ്രണ്ടിലോട്ട് വാ. ഞാൻ ഇവിടെ നിപ്പുണ്ട്. താൻ എന്താ പറഞ്ഞത്? താൻ AI കൂടി ഉണ്ടാക്കിയ പെണ്ണില്ലേ, അവളതെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിപ്പുണ്ട്. അവൾക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന്. ഞാൻ നേരത്തെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ മേഘത്തിന്റെ ഇടയിൽ വന്ന് വെള്ള ജുബെട്ട് ടാറ്റ കാണിക്കുമെന്ന്. അതിനിവിടെ ആരും മരിച്ചില്ലല്ലോ. അവൾ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും, എന്നിട്ട് എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പറയും. അപ്പൊ ഞാനും നാളെ മുതൽ മേഘത്തിന്റെ ഇടയിൽ ഇരുന്ന് വെള്ള ജുബെട്ട് നിനക്ക് ടാറ്റ കാണിക്കും. നാളെ മുതലല്ല, ഇപ്പൊ മുതൽ. ഇനിയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങടാ. സൂപ്പർ. നമ്മള് കോമഡിയുടെ പല വേർഷൻസ് കണ്ടല്ലേ, അതിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഈ എന്താ പറയുന്നത് സ്പോട്ട് ഡബ്. അതും പുതിയതായിട്ട് വന്നു. നമ്മളെല്ലാവരും ഭയങ്കര അത്ഭുതത്തില് നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ടുണ്ട് അല്ലേ, ഇതെങ്ങനെയാണ് ഇവർ ഈ ടൈമിങ്ങിൽ ചെയ്യുക. ചിലരുടെയൊക്കെ പെർഫോമൻസ് അവരിങ്ങനെ നിന്നിട്ട് ചെയ്യുമ്പോൾ ഇത് ആരുടെ വോയിസ് അവർ എടുക്കുന്നത്, എന്ത് പെട്ടെന്ന് രണ്ടുപേരുടെ ഒക്കെ ഒരു സീനിൽ രണ്ടുപേരുടെ വോയിസ് ഒക്കെ പെട്ടെന്ന് എടുക്കും. ഭയങ്കരമാണ് ഇമോഷൻസ്. ഈ പറയുന്ന ചില ശ്വാസം എടുക്കുന്നവരെ ഭയങ്കര കിടിലായിട്ടാണ് ചെയ്യുന്നത്. ഈ പറയുന്ന സ്ക്രീനിൽ വരുന്നു, അത് കാണുന്നു, അതിനനുസരിച്ച് അവർ ഇവിടുന്ന് ലിപ്പ് സിങ്ക് ചെയ്യുന്നു. പക്ഷേ ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ടും ചെയ്യുന്ന കുറെ കലാകാരന്മാരുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിനെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഈ കലാകാരന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാണേണ്ടത് കണ്ടില്ലെങ്കിലും കേൾക്കേണ്ടതൊക്കെ കേൾക്കും. ലെറ്റ്സ് വെൽക്കം ഉണ്ണിക്കണ്ണൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം ഇവിടെ പെർഫോം ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. സംഭവം ഏകദേശം ഉണ്ണിക്കണ്ണൻ എങ്ങനെയാന്ന് വെച്ചാൽ സ്പോട്ടപ്പ് മാത്രമല്ല, ഒരുപാട് സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ എടുക്കും. പെർഫോമൻസ് ഒക്കെ തരാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നല്ലേ. നമ്മളിപ്പോ ഓരോന്നായിട്ട് കേൾക്കും. ഈ സ്പെഷ്യൽ കിഡ് എന്നൊക്കെ പറയുന്ന പോലെ ദൈവം എല്ലാവർക്കും എല്ലാം കൊടുക്കത്തില്ല. അപ്പം കാണേണ്ടത് കണ്ടില്ലെങ്കിലും കേൾക്കേണ്ടത് കേൾക്കും. ഇപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ എന്തായാലും ഉണ്ണിക്കണ്ണനായിരിക്കും നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ? ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ഒരു വൈബ് ഞങ്ങൾ അങ്ങോട്ടേക്ക് തരാം. എല്ലാവരും നല്ലൊരു കൈഡി കൊടുത്തേ. ഓക്കെ, കമോൺ, നമുക്ക് കേൾക്കാം. என்ன சக்தி, போலீஸ் எல்லாம் வீட்டுக்குள்ள வருது, தப்பு. அப்புறம் நீ FIR போட்டிருக்கியே, அந்த 4 பேரும் நான் சொல்லித்தான் செஞ்சாங்க. அவங்கள வெளியே விட்டுற முடியாது. சரி போ, அப்புறம் பேசிக்கலாம். எப்போ பேசணும்ல தான். இப்ப என்ன திடீர்னு? உன் பக்கன்ற பாக்குற பொண்ணு ரைட்டா தெரிஞ்சேன், இந்த பக்கன்ற பாக்குற பொண்ணு தப்பா இருக்கு. எப்ப அந்த படத்துக்கு பிடிக்கல. மண்ணாங்கட்டி சொல்றத மட்டும் செய். நீ சொன்ன நான் போலீஸ் சொன்னல, இப்ப நான் சொல்றேன் நல்லவனாயிடு. சக்தி, இந்த சிவ என்ன கேட்கணும் நினைக்கிறானோ அதை தான் நீ பேசணும். நீ பேசுறதல்ல இங்க கேட்காது. ஏன் கேட்காது? கேட்கணும், கேட்டாகணும். மோதனொன்னு முடிவு பண்ணிட்டியா? மாத்தணும் முடிவு பண்ண. எதை மாத்த போற? உன்னை மனுஷனா. இந்த சிவம் எல்லாமே சக்தி இல்ல. சக்தி இல்லாம எவனும் இல்ல. Oh my God. ഒരു നിമിഷം. എന്നാ വെച്ച പ്രശ്നം? നിക്ക് സാറേ, എന്ന് ചോദിക്കട്ടെ. അവനെന്താ പറഞ്ഞേ?
നീ എന്റെ അപ്പനെ കൊന്നതിന്റെ കൂടെ കിടക്കണോടല്ലേടി? അടിക്കേ അടിക്കടി അവനെ അടിക്കടി. നീ ആരടാ? നിന്നെ കണ്ടെന്നേ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ. നീ ഇവിടെ ഡിസ്മിസ് ചെയ്യോടാ? നീ ഇനി ഇവിടെ കാര്യത്തിലാണ് ഇടപെട്ട പൊന്നി ഇടിച്ചതിന്റെ നെഞ്ചാൻ കൂടി ഞാൻ പൊട്ടിക്കും. പൊന്നെ, നീ പുറത്ത് എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാ. പേര് ആന്റണി, അന്നയുടെ ലോക്കൽ ഗാർഡിയൻ. മക്കള് ചൊവ്വല്ലേ, കുഴിമാടത്തിൽ പോലും കാരണവന്മാർക്ക് കിടക്കപ്പുറതി ഉണ്ടാകുകയില്ലാന്ന് പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിന്റെ അപ്പന്റെ കാര്യത്തിൽ അതിപ്പോ ശരിയായി. ഡൊമിനിക്ക, ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, ബെഞ്ചമിൻ സാറിന് സുഖമാണോടാ? തന്തയ്ക്ക് പറയുന്നോടാ നായേ. തന്തയ്ക്ക് പറയാൻ മാത്രമല്ല, ഈ നാട് മുഴുവൻ നോക്കി നിൽക്ക നിന്റെ തന്തയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടുണ്ട് ഞാൻ. അതിലുള്ള നിന്റെ കടി ഇതുകൊണ്ടങ്ങ് തീരുമോ? എങ്ങനെയുണ്ട്? ഗംഭീരം, അസല്, രക്ഷയില്ല, അടിപൊളി. ചേട്ടാ, ഉണ്ണിക്കണ്ണ ചേട്ടാ, എന്താ വിശേഷം? സുഖായിരിക്കുന്നോ? അടിപൊളിയായിരുന്നു ഉണ്ണി, ഗംഭീരായിരുന്നു. പ്രത്യേകിച്ച് വിജയ് സാറെ ഇമിറ്റേറ്റ് ചെയ്തില്ലേ, അതിഗംഭീരായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്, പൊളിച്ചു കളഞ്ഞു. നമസ്കാരം, ഓണം മെഗാ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ മിമിക്രി പഠിക്കാനെത്തിയ ഏലിയൻ കൗതുകമാകുന്നു. ഏലിയൻ കേരളത്തിൽ ലാൻഡ് ചെയ്യേണ്ട ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഞങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട് യുവാവിന്റെ വിവാഹം മുടങ്ങി. ചെറുക്കന് കണ്ടന്റ് ഇല്ല എന്നതിന്റെ പേരിലാണ് വിവാഹം മുടങ്ങിയത്. നാണക്കേട് കരുതി യുവാവ് നാളെ കണ്ടന്റിനായി പട്ടായിൽ. കണ്ടന്റുമായി തിരിച്ചു വരുന്ന യുവാവിനെ കാത്ത് സോഷ്യൽ മീഡിയ, ഒപ്പം നമ്മളും. വൈറലാവാൻ വേണ്ടി 48 മണിക്കൂർ മഴ നനഞ്ഞ് വൈറൽ പനി ബാധിച്ച് യുവാവ് ഹോസ്പിറ്റലിൽ. പനി ബാധിച്ച് ഹോസ്പിറ്റലിലെത്തിയ യുവാവിനെ കാൽമുട്ടിന്റെ ശസ്ത്രക്രിയ ചെയ്തു ഡോക്ടർ വൈറലായി. ഇപ്പോൾ 2 മുട്ടുകളിൽ 4 ചിരട്ടകളുമായി യുവാവ് തരംഗമാകും. തന്റെ മുട്ടുകൾ ഇപ്പോൾ ഏത് ദിശയിലേക്കും തിരിക്കാമെന്ന് മാധ്യമങ്ങളോട് യുവാവ്. മറ്റൊരു വാർത്തയിലേക്ക്. ആശംസകൾ പറഞ്ഞു വൈറലായ യുവാവ് ഗിന്നസ് ബുക്കിലേക്ക്. 4,50,000 ബർത്ത്ഡേ വിഷസും 2,60,000 വെഡിംഗ് വിഷസും 6,80,000 ഉത്സവാശംസകൾ പറഞ്ഞ് നെടുമങ്ങാട് സ്വദേശി കുട്ടിയകിലാണ് ഗിന്നസ് ബുക്കിലേക്ക് ഇടം നേടുന്നത്. ഓണത്തിന് 1.5 ലക്ഷം ആശംസകൾ പറയാനുള്ളത് കൊണ്ട് 3 ചിത്രങ്ങളാണ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്. സിനിമാ വാർത്തകൾ. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ചിത്രത്തിൽ നിന്നും ഡയാന പിന്മാറി. മേട്ടുക്കടയിലെ ആക്രിക്കടയുടെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ടാണ് 250 ദിവസം കൊടുത്ത ചിത്രത്തിൽ നിന്നും ഡയാന പിന്മാറിയത്. താരം ഇന്ന് 3 മണിക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ഓട്ടോ വിളിച്ച് ഉള്ളിവടയും വാങ്ങിച്ച് വീട്ടിൽ പോകും. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത. ഇന്നലെ റിലീസായ ഫോളോവേഴ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അഭിനയിച്ചത് താനല്ലെന്നും അത് AI ആണെന്നും സൂപ്പർ താരം നോബി മാധ്യമങ്ങളോട് വിളിച്ചു. തനിക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ കഴിയില്ല എന്നതാണ് അതിനുള്ള തെളിവെന്ന് നോബി മാധ്യമങ്ങളോട് പറഞ്ഞു. കരിയർ ന്യൂസ്. ഈ ചാനലിലേക്ക് ക്യാമറാമാൻമാരെയും റിപ്പോർട്ടേഴ്സിനെയും ആവശ്യമുണ്ട്. കിണറ്റിലേക്ക് എടുത്തു ചാടാനും ക്യാമറയും കൊണ്ട് ഹുസൈൻ ബോൾട്ടിനെക്കാളും വേഗത്തിൽ ഓടാനും കഴിയുന്നവർക്ക് മുൻഗണന. ഇനി കഴിവില്ലാത്തവർ വിഷമിക്കേണ്ട, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുവാൻ കഴിയുന്നവർക്കും ഈ ചാനലിൽ മുൻഗണന. സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചിട്ടുള്ളവർക്ക് പ്രധാന വാർത്താ അവതാരകനാവാനുള്ള അവസരം. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. ഇനി മെഗാ ചാർജ് ഇവന്റിൽ ഓണം പ്രമാണിച്ച് ജോണിന്റെ സ്റ്റാൻഡപ്പ് കോമഡി. ഹായ്, ഞാൻ ജോൺ ജോ. കഴിഞ്ഞ ദിവസം ആലുവയിൽ ഒരു മോഷണം നടന്നു. നാട്ടുകാർ പോലീസുകാരെ വിളിച്ച് പറഞ്ഞു കടയിൽ കള്ളം കയറി തങ്കം മുഴുവൻ പോയിന്ന്.
പോലീസുകാർ ആദ്യം അന്വേഷിച്ചത് ഇത് ഏത് ജ്വല്ലറിയിലാണ് മോഷണം നടന്നതെന്ന്. അന്വേഷണത്തിനൊടുവിലാണ് മനസ്സിലായത് മോഷണം നടന്നത് ജ്വല്ലറിയിലല്ല, സ്റ്റേഷനറി കടയില. തങ്കം വെളിച്ചെണ്ണയാണ് 30 പാക്കറ്റ്. ഇത് ഞാനൊരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥയല്ല. ഇത് കഴിഞ്ഞ ദിവസം ആലുവയിൽ ശരിക്കും നടന്നതാണ്. ഒരു കടയിൽ നിന്ന് 30 പാക്കറ്റ് വെളിച്ചെണ്ണ കള്ളം കട്ടുകൊണ്ട് പോയി. ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം ഇതാണ്. എന്താണ് സീരിയസ്, എന്താണ് തമാശ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സിനിമയ്ക്ക് പോയിട്ട് അവ ഇറങ്ങിയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കൂറപ്പടന്ന്. ഞാൻ ചോദിച്ചു ഒട്ടും കൊള്ളില്ലെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു 2 നാഷണൽ അവാർഡെങ്കിലും കിട്ടുന്നത്. നാഷണൽ അവാർഡ് പണ്ട് സീരിയസ് ആയിരുന്നു, ഇന്ന് പലർക്കും അത് തമാശയാണ്. പണ്ടൊരു സിനിമയില് ശ്രീനിവാസൻ സാറ് ഒരു തമാശ സീനിൽ പറഞ്ഞു നായിക കുളത്തിലേക്ക് ചാടുകയാണല്ലോ, ക്യാമറയും കൂടെ ചാടത്തേന്. പക്ഷെ നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകാർ അത് സീരിയസ് ആയി എടുത്തു. ഗോവിന്ദചാമി കിണറ്റിലേക്ക് ചാടുകയാണല്ലോ, ക്യാമറാമാനും ചാടട്ടെ. ചാമി ചാടുന്നതിന് മുമ്പ് ചാടിയ ക്യാമറാമാന് കിട്ടിയ വിഷ്വൽസ് മുഴുവൻ ലോ ആംഗിൾ ആയിരുന്നു. ക്യാമറാമാൻ പറഞ്ഞു ജയിലിൽ ഷെഡ് നിർബന്ധമാക്കണം. ടെക്നോളജി ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ന്യൂസ് ചാനലുകാരാണ്. അതിർത്തിയിൽ വെടിവെപ്പ് ഈ ന്യൂസ് റീഡർ ന്യൂസ് റൂമിൽ ഇരുന്ന് വായിക്കുന്നത് വെടിയുണ്ടയുടെ മുകളിൽ ഇരുന്നിട്ടാണ്. ടെക്നോളജി അത്ര ഡെവലപ്ഡ് ആണ്. ന്യൂസ് ചാനൽ പോലും ഇത്ര എന്റർടൈനിങ് ആയപ്പോൾ ഏറ്റവും കഷ്ടപ്പെടുന്നത് ഇപ്പൊ സിനിമാക്കാരാണ്. സിനിമാക്കാർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്കാണ് ലാഗ്. സിനിമാ സംവിധായകർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്ക് ലാഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, 60 സെക്കൻഡ് ഷോർട്സും റീൽസും കണ്ട് 24 മണിക്കൂറും എന്റർടൈൻഡ് ആയിട്ടുള്ള ഒരു യുവജനതേനെ എങ്ങനെയാണ് 2 മണിക്കൂർ ലാഗ് ഇല്ലാതെ തിയേറ്ററിൽ ഇരുത്താന്നാണ് ഇവർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് യുവാക്കൾ മാത്രമാണ് ഈ റീൽസും ഷോർട്സും ഒക്കെ കാണണമെന്നുള്ളതിന്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരാൻ വൈകി അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു അച്ഛന്റെ ഒടുക്കത്തെ പ്രസംഗം ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു. എന്റെ അമ്മ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമ്മ ഷോർട്സും റീൽസും കാണുന്നുണ്ട്. പക്ഷെ ഈ ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും വലിയൊരു ചതിക്കുഴി ഞാൻ എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി കൊടുത്തു. ഓൺലൈൻ ഷോപ്പിംഗ്. വീട്ടിലേക്ക് വേണ്ട പയറ്, പരിപ്പ്, കടല, സകല സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് വന്നപ്പോ ഈ ആപ്പ് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ അഭിമാനത്തോടുകൂടി എന്റെ അമ്മ എന്നെ നോക്കി. എന്നിട്ട് മോനെ ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല അമ്മേ, ഇത് മേടിക്കാനുള്ള പൈസ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടില്ല, പൈസക്ക് നമ്മൾ ഇന്നും ഓഫ്ലൈനിൽ പണിയെടുക്കണം. സംഗതി ഞാനത് അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിലും ഇന്ന് വലിയൊരു തോതിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് ഓൺലൈനിലാണ്. പണ്ട് നമ്മുടെ കേരളത്തിന്റെ നാണ്യവിള കുരുമുളക്, ഏലം, കരയാമ്പുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പ്രധാന നാണ്യവിള യൂട്യൂബാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കണം വരെ വ്ളോഗ് ചെയ്ത് ഡോളറിലാണ് സമ്പാദിക്കുന്നത്. ഈ യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് യൂട്യൂബിലെ വാർത്താ ചാനലുകളാണ്. ഈ ചാനലുകളെല്ലാം തന്നെ കൂടുതലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് നടത്തുന്നത്. ഇവര് ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിഷ്കളങ്കമായ ഒരു വാർത്തയിൽ പോലും കുൽസിതം കണ്ടുപിടിക്കാന്നുള്ളത്. 4 വയസ്സുകാരൻ ടിൻഡുമോൻ അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നുള്ളത് ഈ വാർത്താ ചാനലിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന ടൈറ്റിൽ ഇതായിരിക്കും: മാതാപിതാക്കൾ നോക്കി നിൽക്കിയ 4 വയസ്സുകാരൻ കത്തി കൊണ്ട് ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഓൺലൈൻ ന്യൂസ് ചാനലുകളെക്കാളും ഒരുപാട് കളർഫുള്ളാണ് ടിവിയിലെ ന്യൂസ് ചാനലുകൾ. കുറച്ച് ബഹളം. ഈ ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഞെട്ടിയാണ് എഴുന്നേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 6 മണിക്ക് തുടങ്ങി എന്റെ അപ്പനും വോട്ടെണ്ണി തുടങ്ങും. കോട്ടിട്ട 3 ആൾക്കാർ കൂടിയാണ് ഈ വോട്ടെണ്ണൽ പരിപാടി ടിവിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെടുത്താലും 10 എന്നൊരു ആവേശത്തിലാണ് ഇവര് വിറ്റുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചില സമയത്ത് തോന്നുന്നു ഞാൻ ഇന്നലെ ഉറങ്ങിയത് മാർക്കറ്റിലാണോ എന്ന്. ഈ ന്യൂസ് ചാനലിലെ ന്യൂസ് റീഡർമാരുടെ ഈ ആവേശം കാണുമ്പോൾ എനിക്ക് തോന്നാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മിക്കവാറും ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ഇവർ ഓരോരുത്തരായിട്ട് ഒരു ബക്കറ്റിൽ തലമുക്കി പിടിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ നേരം ബക്കറ്റിൽ വെള്ളത്തിൽ തലമുക്കി പിടിക്കുന്ന ആളെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വിടും. ഇടത്തരം വായുബലുള്ള ആളെ രാത്രിയിലത്തെ ചർച്ചയ്ക്ക് വിടും. തീരെ വായുബലം ഇല്ലാത്തവരെ ഫീൽഡിലേക്ക് വിടും. അവരാണ് ഈ ഫീൽഡിൽ ചെന്നിട്ട് അഭിലാഷ് എന്ന് പറഞ്ഞ് ഇവര് വിൽക്കാതെ പറയുന്ന ഒരേ ഒരു സംഭവമേ ഉള്ളൂ: ക്യാമറാമാൻ സുഭാഷിനൊപ്പം അഭിലാഷ്. ഈ ന്യൂസ് റീഡർമാരിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ന്യൂസ് റീഡറാണ് ആഷ്മി. ഞാൻ ചില സമയത്ത് ആലോചിക്കും ഈ ആഷ്മിയുടെ പോലെയൊക്കെ ആവാൻ പറ്റുമെങ്കിൽ. ആള് മലയാളം കൊണ്ട് ഇങ്ങനെ കളിക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കൊതിയാവും. ആഷ്മിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആളതൊരു കഥാപ്രസംഗമാക്കിയിട്ട് തരും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കണക്കിന് വട്ടപൂജയാണ്. മാസ്റ്റർ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും, വീട്ടിൽ ചെന്ന് അമ്മയുടെ നിന്ന് ചീത്തയും കിട്ടും. അപ്പൊ ഞാൻ ആലോചിക്കും അന്നൊക്കെ ഞാൻ ആഷ്മിയെ പോലെ ആയിരുന്നെങ്കിൽ നിന്ന് ഈ മാത്സ് പരീക്ഷയ്ക്ക് വട്ടപൂജ്യം മേടിച്ചിട്ട് അമ്മയുടെ നിന്ന് ചീത്തയും കിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോണ സമയത്ത് ഞാൻ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയും: എഴുതി കൊടുത്ത ഉത്തരക്കടലാസിലെ അക്കങ്ങൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗണിച്ചും നോക്കിയ ഗണിതാധ്യാപകൻ ടോപ്പ് കോർണറിൽ എഴുതി വട്ടപൂജ്യം. വിഷമം തോന്നിയില്ല. എന്റെ പൃഷ്ഠത്തിൽ പതിച്ച അദ്ദേഹത്തിന്റെ ചൂരൽ ഒരു തരിമ്പ് പോലും എന്നെ നോവിച്ചില്ല. എങ്കിലും സ്ത്രീയെ മാതൃത്വം തുളുമ്പേണ്ട നാവിൽ നിന്നും വർഷിച്ച ശകാരശരങ്ങൾ ആഴ്ന്നിറങ്ങിയത് ഈ ഹൃദയത്തിന്റെ അടിത്തട്ടിലാണ്.
ശരിയാണ്, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. അതിൽ നിങ്ങളുടെ പുത്രൻ സംപൂജനാണ്. അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും അപമാനിക്കാതിരുന്നു. ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുന്ന അളമാരി ഷെൽഫിന്റെ ഉള്ളിൽ ഞാനും കണ്ടിട്ടുണ്ട് ഒരു മാർക്ക് ലിസ്റ്റ്. അതിലുമുണ്ട് ഇതിലും മുഴുത്ത 4 പൂജ്യങ്ങൾ. പരാതികളില്ല, പരിഭവങ്ങളില്ല, ഇടനെഞ്ചിൽ ഒരു നീറ്റൽ മാത്രം. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുകയില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ദാറ്റ്സ് മൈ ടൈം. താങ്ക് യു. ജോൺ ആക്ച്വലി ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. പക്ഷെ തുടങ്ങിയത് ഇവിടെ അമൃത ചാനലിൽ നിന്നാണ് അല്ലേ? അതെ, ഫസ്റ്റ് എപ്പിസോഡ്. ജോൺ ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സ്വന്തം സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ ആരെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെയാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ജോണിന്റെ വീട് എവിടെയാ? എന്റെ വീട് തൃശ്ശൂര്. അല്ല, ജോൺ ഭയങ്കര ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെയാണ് സംസാരിക്കുന്നത്. ബിക്കോസ് സത്യം, ബിക്കോസ് നിങ്ങളുടെ പ്രായം കണ്ടാലും അല്ല നിങ്ങളുടെ ഒരു ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ അല്ലല്ല, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പ്രസാദേട്ടന്റെ പ്രായമൊന്നും ഉണ്ടാവും. എത്ര വയസ്സുണ്ട് ജോൺ? എത്ര വയസ്സുണ്ട്? എനിക്ക് 37. ഛേ, അതൊന്നുമില്ല, എന്നെക്കാളും കുറച്ച് കുറവാ. എന്ത് ചെയ്യുന്നു? ഞാന് സ്റ്റാൻഡപ്പ് കോമഡി തന്നെ, അല്ലാതെ ജോലി എന്തെങ്കിലും? വേറെ ജോലി ഒന്നും അപ്പൊ ഇത് തന്നെ ഞാൻ ചാനലും ഇത്. വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി. 37 ഒന്നല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. ഭയങ്കര എല്ലാവർക്കും ഏത് ഏജ് ഗ്രൂപ്പിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത്. ആക്ച്വലി കോമഡി എന്ന് ഞാൻ പറയില്ല, ഇറ്റ്സ് ആക്ച്വലി റിയാലിറ്റി ഇൻ എ വെരി പാരഡി ഫോം. ഇതൊരു സറ്റയർ ആണ് ശരിക്കും പറഞ്ഞാൽ, ആനുകാലികതയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലൈഫ് ഉണ്ട്. യെസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ. താങ്ക് യു. പ്രത്യേകിച്ച് ഒരു കൈഡി തരേണ്ടത് ക്ലൈമാക്സ്. ഹാഷ്മിയുടെ ക്ലൈമാക്സ് ഉഗ്രൻ തോട്ടാണ് കേട്ടോ, അടിപൊളി. ജോൺ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് ഈ സർപ്രൈസ്? ഓ, അടിപൊളി സർപ്രൈസ് ആണ് ഫെലിക്സ് ചേട്ടാ. സന്തോഷം. സ്വാഗതം. ഫെലിക്സ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോട്ടയംകാരനാണ്. ഫെലിക്സ് ചേട്ടൻ ഒരു ഗംഭീര കലാകാരനാണ്. ഫെലിക്സ് ചേട്ടൻ ഒരു ഉഗ്രൻ ഗിറ്റാറിസ്റ്റ് ആണ്. ഫെലിക്സ് ചേട്ടൻ എന്താണ്, നന്നായിട്ട് പാരഡി എഴുതും, പാരഡി പാടും, നല്ലൊരു മ്യൂസീഷ്യനാണ്, മ്യൂസിക് ഡയറക്ടറാണ്, എല്ലാമാണ്. അപ്പം എനിക്ക് ഫെലിക്സ് ചേട്ടനായിട്ടൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച എന്താണ് നമ്മളൊക്കെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 1-2 അധ്യാപകരുണ്ടാവുമല്ലോ. അതിൽ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ദേവസി സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ദേവസി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമറിന് ഹ്യൂമർ, സീരിയസ് ആണെങ്കിൽ സീരിയസ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ച് അവിടെ നിൽക്കുമ്പോൾ സാറ് വന്നിട്ട് ഇങ്ങനൊരു അടിയുണ്ട്. ഇന്നും ആരെങ്കിലും ഇങ്ങനെ അടിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഫെലിക്സ് ചേട്ടൻ്റെ പപ്പായാണ്, ദേവസി സാറിനെയാണ്. അപ്പോൾ ഫെലിക്സ് ചേട്ടൻ ഇപ്പം ഫേമസ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഒരുപാട് ഗംഭീര പാരഡികൾ നിങ്ങൾ കേട്ട് കഴിയുമ്പം അത് മനസ്സിലാവും. നമ്മൾ ഇരിക്കുന്ന പലർക്കും ഇപ്പോൾ ഇതിനോടകം തന്നെ മനസ്സിലായി. കുട്ടികളുടെ കാർട്ടൂൺ എന്നോട് പലരും മോള് അതിന്റെ മുന്നിലായി ഷേരുവിന് ഷാജോൺ ഡബ്ബി. ഞാൻ ആർക്കാ ദിവസം പരിസരം ചെയ്ത് സൂത്രനും ഷേരു. അതിന് ഞാൻ ഡബ്ബി ചെയ്ത ആർക്കാണ്? ഷാൻചേട്ടനും കടുവയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല ചെയ്തിട്ടില്ല. ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കും. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഫെലിക്സ് ചേട്ടനാണ് അതിന്റെ മേക്കിംഗ് കംപ്ലീറ്റ് അല്ലേ? അതിന്റെ ചെയ്തിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നില്ലേ? ഞാൻ ഒരു ഹോട്ടലില് കുളിച്ചോണ്ടിരുന്നപ്പോ സാബു പ്ലാങ്കോളൊരു സൗണ്ട്, എന്റെ കാട്ടിൽ കയറിയോടാ നീ എന്ന് പറഞ്ഞു. അത് സാബു പ്ലാങ്കോളർ എന്താ പരിപാടി? തുറന്ന് ഒരു കുറുക്കായി സിംഹത്തിനടുത്ത്. അത് മുൻപ് ഫെലിക്സ് ചേട്ടൻ ചെയ്യിപ്പിച്ചാണ്. അത് ഫെലിക്സ് ചേട്ടൻ അന്ന് കുറെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. പറഞ്ഞു മോനെ നീ പറഞ്ഞോടാ, നീ എങ്ങനെ വേണം പറഞ്ഞോ, ഞാനത് മേക്ക് ചെയ്തോളാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. പക്ഷെ അത് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാകുന്നത് ഫെലിക്സ് ചേട്ടാ. അതിപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗംഭീര കലാകാരനാണ് ഫെലിക്സ് ചേട്ടൻ. ഫെലിക്സ് ചേട്ടൻ ഇന്ന് നമ്മുടെ ഈ വേദിയിൽ കാണാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട് ഫെലിക്സ് ചേട്ടാ. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്നെന്താ ഫെലിക്സ് ചേട്ടൻ പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിനെ കുറിച്ചൊരു പാട്ടാണ്, ചിരിയെ കുറിച്ചൊരു പാട്ടാണ്. അതുപോലെ നമ്മളുടെ നെഗറ്റിവിറ്റിയിൽ നിന്നാണ് ഈ പാട്ട് തുടങ്ങുന്നത്. ആ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെന്നും കാണുന്ന വാർത്തകളാണ്. പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നെഞ്ചിനകത്തൊരു വേദനയാണ്. അത് മാറണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി കാണണം. അപ്പോൾ അത്തരത്തിൽ ചിരിയുടെ വഴികളും ചിരിയുടെ ആവശ്യകതയൊക്കെയുള്ള ശരിക്കും കോമഡി ഇല്ലാത്ത ഒരു സീരിയസ് പാട്ടാണ്. അതിൽ കോമഡി മാസ്റ്റേഴ്സ് വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരുന്നുണ്ട്. സോ നമുക്കത് പാടാം. ഓണത്തിന് ചേരുന്ന ഒരു നല്ല ട്യൂണാണ്. അൽഫോൻസിൻ്റെ ഒരു ട്യൂണിലാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. തന്തിനന്താരോ
നേരമിരുട്ടുവോളം ഈ തല പെരുക്കും വാർത്ത, അടിവാർത്ത, ഇടിവാർത്ത, ജയില് ചാടും വാർത്ത. TV കാണുമ്പോഴെല്ലാം എൻ്റെ പ്രഷർ കേറിപ്പോരും. അത് വേണ്ട, അത് മാറ്റ്, വയലൻസ് ആണ് മോളെ. അതിനിടെ ഞാൻ കേട്ടു ചിരിയുടാരവം. കോമഡി മാസ്റ്റേഴ്സ് അമൃത TVയാ കാണാം ചിരിയുടെ പൂരം. നേരമിരുട്ടുവോളം ഈ തല പെരുക്കും വാർത്ത, അടിവാർത്ത, ഇടിവാർത്ത, വയലൻസ് ആണ് മോളെ. രാജാവിൻ സദസ്സിലോ വിദൂഷകനുണ്ടേ, ചിരിയിൽ പരിഹാസം അവൻ കലർത്തി. ചാക്യാരു വന്നു നിന്നാൽ എന്തൊരു കൂത്ത്, തുള്ളലുമായി നമ്പ്യാർക്കളം നിറഞ്ഞു. നാടകവേദിയിലും സിനിമയിലും ഹാസ്യകലാകാരൻ നിറഞ്ഞാടി. അതിനും പിന്നാലെ മിമിക്രി വന്നു കാണാം ചിരിയുടെ പൂരം. നേരമിരുട്ടുവോളം ഈ തല പെരുക്കും വാർത്ത, അടിവാർത്ത, ഇടിവാർത്ത, വയലൻസ് ആണ് മോളെ. മിമിക്രി താരങ്ങളോ സിനിമയിലേറി, അവരിൽ ചിലരെല്ലാം തിളങ്ങി നിന്നു. മിമിക്രി എന്ന കല പലതരമായി ഉത്സവരാവുകളിൽ സ്ഥിരമായി. സോഷ്യൽ മീഡിയയിൽ തകർത്താടി, ചിരിയോ പുതുപുത്തൻ വഴി തേടി. സ്റ്റാൻഡപ്പ് കോമഡിയാണതിലൊന്ന് കാണാം ചിരിയുടെ പൂരം. നേരമിരുട്ടുവോളം ഈ തല പെരുക്കും വാർത്ത, അടിവാർത്ത, ഇടിവാർത്ത, ജയില് ചാടും വാർത്ത. TV കാണുമ്പോഴെല്ലാം എൻ്റെ പ്രഷർ കേറിപ്പോരും. അത് വേണ്ട, അത് മാറ്റ്, വയലൻസ് ആണ് മോളെ. ഉള്ളു തുറന്നെല്ലാരും ചിരിക്കാനോടിവാ. കോമഡി മാസ്റ്റേഴ്സ് അമൃത TVയാ കാണാം ചിരിയുടെ പൂരം. നേരമിരുട്ടുവോളം ഈ അലമ്പ് വാർത്ത വേണ്ട, അടി വേണ്ട, ഇടി വേണ്ട, ചിരിയിലാണു കാര്യം. അപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുൻപ് പ്രോമിസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വേദിയിൽ വെച്ചിട്ട് അങ്ങ് കീപ്പ് ചെയ്യാൻ പോവുകയാണ്. പ്രോമിസ് ട്രൂ. അതെ, ഈ ഒരു ഓണ ദിവസം ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് ചിലപ്പോൾ ഇതായിരിക്കും. കറക്റ്റ് ആണ് പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു നോബി ചേട്ടാ, അഖിൽ, ശ്വേത ചേച്ചി. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ശാരികയ്ക്ക് വേണ്ടി ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ആ ദിവസം ഒരു വീട് നമ്മൾ നൽകും എന്നുള്ളത്. ഇനി ശാരിക ആരാന്നുള്ളതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എങ്കിലും നമുക്ക് അഭിമാനത്തോടെ പറയാം, ശാരിക ഞങ്ങളുടെ സ്വന്തം കണ്ടസ്റ്റന്റ് ആണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ സ്കിറ്റ് കളിക്കാൻ വന്നു. ഒരു വിഷമം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
പിന്നീട് അതൊരു വലിയ കഥയായി. എനിക്ക് തോന്നുന്നു അത് ടെലികാസ്റ്റ് പോയ അന്നേ ദിവസം തന്നെ ഒരുപാട് ആൾക്കാർ അത് കണ്ടു. പ്രേക്ഷകർ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഞങ്ങളിലൂടെയും ഒക്കെ വിളിച്ച് സഹായത്തിനൊക്കെ റെഡിയായി. അങ്ങനെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ കേരളം മൊത്തം അല്ലെങ്കിൽ അറിയാവുന്ന മലയാളികൾ എല്ലാവരും കൂടെ ഒരു കൈത്താങ് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ശാരികനെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരികയാണ്. കുറച്ചും കൂടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഷാലു പേയാട്, ഷാലു ചേട്ടൻ വന്നു. ഷാലു ചേട്ടൻ പറഞ്ഞു ഷാലു ചേട്ടനെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു വീട് നമുക്ക് പണിത് കൊടുക്കാം. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു അതെ എങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. അത് ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാത്രമല്ല, അമൃത TV ഉണ്ട്, മലയാളികളുണ്ട്, ഇവിടുത്തെ ഓരോ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ശാരികയ്ക്ക് വീട് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ച് നമുക്ക് എല്ലാവർക്കും അതിലേറെ സന്തോഷമുണ്ട്. എന്നാലും ഞാൻ നോബി ചേട്ടനെയും അഖിലിനെയും ശ്വേത ചേച്ചിനെയും ഒപ്പം ഷാജൻ ചേട്ടനെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാറ്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു സന്തോഷ നിമിഷത്തിലേക്കാണ് ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഷാരികയും ഷാരികയുടെ ഫാമിലിയാണ്. ഞാൻ അവരെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഷാരിക, പ്ലീസ് ജോയിൻ us. അച്ഛനും അമ്മയും മോനെയും കൂട്ടി തന്നെ വരണം. എന്ത് തോന്നുന്നു ശരിക ഈ ഒരു മൊമെന്റിൽ? ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറയട്ടെ. ഫസ്റ്റ് ഡേ നമ്മൾ ശരികനെ കാണുമ്പോൾ ഒരുപാട് വിഷമിച്ച മുഖമായിരുന്നു കണ്ടത്. പക്ഷെ ഇന്ന് ശരികയുടെ സത്യം മുഖം കാണുമ്പോഴും ഫാമിലിയെ കാണുമ്പോഴും ഉണ്ടല്ലോ ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യാണ്. ഞങ്ങൾക്കൊന്ന് വളരെയധികം സന്തോഷം തോന്നുന്നു. ഇനി ഞാൻ ഇവിടെ വന്നപ്പോഴേ, ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴേ, ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ശാരിക നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഞാനപ്പോൾ എഴുന്നേറ്റ് നിന്ന് ക്ഷയിക്കാൻ കൊടുത്തു. കാര്യം ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടിട്ട് ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറയത്തില്ല. അതായത് നമ്മുടെ കുടുംബമായിട്ട് നമ്മൾ കാണുക, ഇതൊരു ഏറ്റവും വലിയൊരു ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സപ്പോർട്ടും കൊടുക്കുക എന്ന് പറയത്തില്ല മനസ്സുകൊണ്ട്. അങ്ങനെ കൊടുത്ത ഒരാളായിരുന്നു ശാരിക. ഇന്ന് നേരിട്ട് കണ്ടപ്പോൾ ഞാനത് പറയുകയും ചെയ്തോട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ശാരിക, ഒരുപാട് സന്തോഷം. സോറി സംസാരിച്ചു. ശാരികയ്ക്ക് പണിത് തീർത്തിരിക്കുന്ന ആ വീട് കാണാനും ശാരിക വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? എന്ത് തോന്നുന്നു ഈ നിമിഷത്തില്? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്തോന്നറിയാവോ? കോമഡി മാസ്റ്റേഴ്സിൽ വന്നത്. അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ വന്നതിന് ശേഷമല്ലേ എനിക്ക് വീടാവുന്നത്. പിന്നെ ഇപ്പൊ നാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു, ട്രെയിനിൽ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഒരു ചേച്ചി ഓടി വന്നിട്ട് എന്നോട് ഇയാളാ കോമഡിയിലുള്ള കൊച്ചല്ലി ഷാരിയല്ലി? ഞാൻ പറഞ്ഞ ആന്ന്. വാ ഫോട്ടോ എടുക്കാം. ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ തിരിച്ചു വിട്ടത്. ഭയങ്കര സന്തോഷം ചേച്ചി, എനിക്കിപ്പോ ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും അത് ശരിക്കുള്ള വീടാണെങ്കിലും ഇത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് തരുന്നതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് നമ്മുടെ വീട് നമ്മളെന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തായാലും ആ വീട് കാണണ്ടേ? അതിന്റെ താക്കോല് വേണ്ടേ? വേണം. എങ്കിൽ ശ്വേത ചേച്ചി, യെസ്, നമുക്ക് ഷാലു പേരിനെ വിളിച്ചാലോ? യെസ്. ഒരുപാട് സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷാലു ചേട്ടാ, പ്ലീസ് ജോയിൻ us. എന്താണ് പറയാനുള്ളത്? ഒരു നല്ല വീട് വെച്ചു കൊടുക്കാൻ പറ്റി. അത്ര വലിയ വീടൊന്നുമല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ ഒരു 2 bedroom. അതെ, 2 bedroom. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവം. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ മാർബിളൊക്കെ ഇട്ട് അത്യാവശ്യം ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി. എന്താ നമ്മള് മുംബൈക്കേഴ്സിനോട് 2 bedroom എന്നൊക്കെ പറയുമ്പോ അത് വലിയൊരു കൊട്ടാരം. അതെ അതെ അതെ, അത്യാവശ്യം വലിയ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തേക്കണേ. എങ്കിൽ പിന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആ വീഡിയോ ഒന്ന് ഞങ്ങൾക്ക് കാണണം എന്നുണ്ട്. നമുക്കൊന്ന് കാണാം. മഴ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മഴയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഞാൻ ശാരിക, ഇതാണ് എൻ്റെ വീട്. വീടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് അകത്താണ്. വീടിന് കറണ്ടില്ല, കോൺക്രീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഹാളും അടുക്കളയും ഒരു റൂമേ ഇട്ടിട്ടുള്ളൂ. ഒരു റൂം അതേപോലെ തന്നെ മണ്ണായിട്ട് തന്നെ കിടക്കുക. അടുക്കളയിൽ പാചകം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ. ഇതായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ താമസിച്ചുകൊണ്ടിരുന്ന വീട്.
എൻ്റെ അച്ഛനമ്മയും വളരെ കഷ്ടപ്പെട്ട് വെച്ച വീടായത്. എൻ്റെ അച്ഛനമ്മയും കൂലിപ്പണി എടുത്തിട്ടായിരുന്നു ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, അച്ഛനിപ്പോൾ അറ്റാക്ക് വന്നതിന് ശേഷം അച്ഛൻ ആരോഗ്യപരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ്. ശാരികയുടെ വീട് കണ്ട് മനസ്സിലാക്കിയല്ലോ, വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഈ ഭവനം നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ രാവിലെ പെട്രോൾ പമ്പിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തേയില കമ്പനിയിൽ ഞാൻ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് തട്ടുകടയിലും ജോലിക്ക് പോകുന്നുണ്ട്. ഈ ഒരു വരുമാനം കൊണ്ട് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. കുടിനാൾ തൊട്ട് കാണുന്ന ഒരു കൊച്ച ശാരിക ഞാൻ വന്ന നാൾ തൊട്ട് എനിക്കറിയാം. അപ്പോഴവൾ ടി വിയിൽ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണെന്നൊന്നും അറിയത്തില്ല. സന്തോഷമായി. അവളിനി വിവരങ്ങളിലെത്തട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശാരിക. പല പല ജോലിക്കും ഒക്കെ പോയിട്ടുണ്ട്. ഒന്നും ശരിയായില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴും പറയും ജോലിയൊന്നും ആയില്ല ചേച്ചി, കൊച്ചുങ്ങളെ വളർത്തണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിനൊക്കെ അമൃത ടി വിയിൽ ഇങ്ങനെ കയറിയതും എല്ലാം പറഞ്ഞത്. പ്രായമില്ലാത്ത പ്രായശാരി ഇഷ്ടം പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. അവർക്ക് ഇപ്പോൾ ഒരു ദൈവം സഹായിച്ച ഒരു കാര്യം കിട്ടി. ചാനലിൽ വരാനുള്ള ഇതായി. അവളില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് കൊണ്ട് തകർന്നായിരുന്നു. അവളൊരു കഥ എത്തിയെങ്കിലേ ഞങ്ങൾക്കൊരു ജീവിതമുള്ളൂ. അത്ര എനിക്കിത് പറയാനുള്ളൂ. ജീവിതത്തിൽ പലതവണ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ട്രെയിനിന് മുന്നിൽ ചാടാൻ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയുടെ സ്വത്ത്. പണ്ടെൻ്റെ അമ്മ പറയുമായിരുന്നു, നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ദൈവം വരുമെന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തേക്ക് അയക്കുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ദൈവം വന്നത് ഒരു ഷോയുടെ രൂപത്തിലാണ്. കോമഡി മാസ്റ്റേഴ്സ്. എപ്പിസോഡ് ഇറങ്ങിയതിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പം എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എനിക്കും കുഞ്ഞിനും ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി. പണ്ട് കളിയാക്കിയ ആൾക്കാരൊക്കെ ഇപ്പം അടുത്ത് വന്ന് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നത്. ഇപ്പം ചേർത്ത് നിർത്തുക എന്നെ എല്ലാവരും. കോമഡി മാസ്റ്റേഴ്സ് ഷോയിലേക്ക് വന്നത് ആ കടപ്പാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ജീവിക്കും ഞാൻ. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ മുമ്പോട്ട് നല്ല പോലെ തന്നെ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓ ശരിക്കും ഈ വീട് ചെയ്തത് ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ അമൃത ടി വിയുടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രേക്ഷകരും, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണ കുറേ വിദേശത്തുള്ള കുറേ നല്ല ആൾക്കാരുണ്ട്. അതായത് ജനറലായിട്ട് വാങ്ങി തന്നവരുണ്ട്, സിമൻ്റായിട്ട്. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ ശമ്പളമല്ല ചോദിക്കണത്, ചേട്ടാ ഒരു 10 പാക്കറ്റ് സിമൻറ്റ് 2 ലോഡ് മണൽ, ഇപ്പം അങ്ങനെയൊക്കെ ആയി. അപ്പം അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇത് എത്തിപ്പെട്ടത്. ഓരോ ദിവസവും രാവിലെ ശാരിക വിളിച്ച് ചോദിക്കും, ചേട്ടാ ഇന്ന് പണി വെക്കൂ, ഇന്ന് പണിയുണ്ടാ. എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് 10-30 ദിവസമല്ലേ ആയുള്ളൂ. എന്തായാലും ഇത്രയൊക്കെ വാക്ക് പറഞ്ഞ പാലിച്ചു എന്നുള്ളത് ഇത്രയും കിഡിലോ ആക്കി ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കിഡിലോ ഷാലുവിനെ പറ്റി പറഞ്ഞാൽ, ഷാലു 10 പണിക്കാരെ ഒപ്പിക്കും, അല്ലെങ്കിൽ 15 പണിക്കാരെ ഒപ്പിക്കും. ആ വീടിന്റെ പണി നടത്തും. അവര് അതിന് പൈസ മേടിക്കില്ല. ഷാലു കുറെ പൈസ വേറെ സെപ്പറേറ്റ് ആയിട്ട് മുടക്കും, അവന്റെ കയ്യിൽ നിന്ന് മുടക്കും. ഭയങ്കര 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 സൂപ്പർ ആയിരുന്നു. എത്ര വീടാന്നറിയാമോ വെച്ചു കൊടുത്തത്? ഭയങ്കര പോരാളിയാ. ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. താങ്ക് യു സോ മച്ച് ധർമ്മൻ ചേട്ടാ. ശാലു ചേട്ടൻ നമ്മുടെ എപ്പിസോഡിൽ വരുന്നു, ഇതുപോലെ വീടിന്റെ ഒരു ഐഡിയ പറയുന്നു, നമ്മളും ഓക്കെ പറയുന്നു. ഇത്ര പെട്ടെന്ന് ആ വീട് പൂർത്തിയായി കീ കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് എവിടെയാ കീ. അല്ല, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, എന്റെ കൂടെ പണി ചെയ്ത ആൾക്കാരെന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ വിഷ്വൽ എന്റെ ഇതിലെങ്കിലും കാണിക്കുമായിരിക്കും. ഈ പ്രായമുള്ള ആൾക്കാരാണ്, അല്ല ചെറുപ്പക്കാരല്ല എന്റെ കൂടെ പണി ചെയ്തത്. ഇവർക്കറിയാം. അതായത് 75-80 വയസ്സുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറയും, മക്കളെ ഇന്ന് എവിടെ പണി,
അതായത് എല്ലാം ഇതുപോലെ ഈ പ്രായത്തിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. നല്ല പക്ഷെ മനുഷ്യൻ. അവരാണ് ഈ വീട് ഇത്രയും പെട്ടെന്ന്, അതായത് രാവിലെ 6 മണിക്ക് ഇറങ്ങും, രാത്രി 7 മണി വരെയാണ് പണിയണത്. എന്നിട്ട് രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും വെള്ളം കോരി ഒഴിക്കാനും അത്ര ആത്മാർത്ഥമായിട്ടാണ്. അവർക്ക് നല്ലൊരു കൈയ്യടി നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കണം. ശാലു ചേട്ടാ, അപ്പൊ നമ്മൾ എക്സൈറ്റഡ് ആണ്. എവിടെയാ വീടിന്റെ കീ? ചേച്ചി ശരിക്കും നമ്മള് ശാരികല്ല ഈ വീട് കൊടുക്കേണ്ടത്, ശാരികയുടെ മോനാണ്. ഇത് വീടിന്റെ കീ ആട്ടോ. ഇനി ഈ വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഓക്കെ, തിരിച്ചേ വീട് റെഡിയായി. ഇനി പുതിയ വീട്ടിലേക്ക് പോകുമ്പം കുറെ സാധനങ്ങളൊക്കെ വേണ്ടി വരില്ലേ? ഹോം അപ്ലയൻസസ് ഒക്കെ വേണ്ടേ? വേണ്ടേ? അതും ഞങ്ങൾ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശാരികയ്ക്കും കുടുംബത്തിനും പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമൃത TV നൽകുന്ന 1 ലക്ഷം രൂപയുടെ ഹോം അപ്ലയൻസ്. ഈ ഓണം വെറുതെ അല്ല, നല്ല പോളി ഓണം ആയിരിക്കും കേട്ടോ. ഇത്രയും നാള് എന്തൊക്കെയാണോ വേണം അല്ലെങ്കിൽ ആഗ്രഹിച്ചത്, സ്വപ്നം കണ്ടത്, അതൊക്കെ ഇനി ആ വീട്ടിലുണ്ടാവും. ഇപ്പൊ എന്തായാലും ഹാപ്പി ആയില്ലേ? അയ്യോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ അമ്മയെടുത്ത് അച്ഛനോടും ചോദിക്കട്ടെ. അമ്മ അച്ഛാ ഓക്കെ അല്ലേ എല്ലാം? തെറ്റാണല്ലോ. അല്ല, ഞാൻ വേറൊരു കാര്യം കേട്ടി. ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, ഒരു ഏലിയനും ആക്കിലും ഉണ്ടായിരുന്നില്ല. അവരെവിടെ പോയി? കഴിഞ്ഞ ഓണത്തിന് മനോജെ ഏത് മൂഡ്? മിമിക്രി മൂഡ്. വാ, എടാ ഏലിയൻ ചിരിക്കുന്നു. അയ്യോ, ചിരിയടാ, ഒന്നും ചിരിയടാ. 3 മണിക്കൂർ കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ ഇവന്റെ വാ കീറി പോയി. അങ്ങനെ ചിരിപ്പിച്ച എന്റെ കയ്യിലാണ് വന്ന് പെട്ടത്. ഒന്നും പറയാൻ പറ്റില്ല. വന്ന് ഇവിടെ ഏലിയൻ എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്യുമായിരുന്നല്ലോ. എല്ലാവരുടെ കയ്യിൽ നിന്നും മിമിക്രി പഠിക്കുന്നു, അവരെ പരിചയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അല്ല, നാളെ ന്യൂസ് വൈറ്റില പോലീസ് മാട്ടിച്ചേണ്ട ഏലിയനെ പിടിച്ചു. എന്നിട്ട് ജാമ്യത്തിലിറങ്ങാൻ വേറൊരു ഏലിയെ ID കാർഡ് ഇട്ട് വന്നിരിക്കും. എന്നിട്ട് ഈ ഏലിയൻ എന്തെങ്കിലും പഠിച്ചോ? ഏലിയൻ എന്തൊക്കെ പഠിച്ചെന്നാ ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങൾ എല്ലാരും കേൾക്കണം. ഞാൻ വിചാരിച്ചല്ല നമ്മൾ മനുഷ്യന്മാര് പോലും ഇത്ര പെട്ടെന്ന് ഒരു ഐറ്റവും പഠിച്ചെടുക്കൂല. ഒന്നും എത്ര പെട്ടെന്ന് പറയാ മിമിക്രി പഠിച്ചത്. ഫസ്റ്റ് പഠിച്ചത് ഭയങ്കര പ്രയാസമുള്ള പരിപാടിയാണ് ഈ വെടിക്കെട്ട്. ഏറ്റവും പെട്ടെന്ന് പഠിച്ച അതായിരുന്നു വെടിക്കെട്ട്. 2 സാധാരണ നേരത്തെ വന്ന പോലെ ഇപ്പൊ എന്റെ അടുത്ത് പറയല്ലേ, ഞാൻ അവിടെ വരുമ്പോ വെടിക്കെട്ട് ചെയ്യും. അത് മാത്രം പോലെ എനിക്ക് ഹാൻഡ് മൈക്കും വേണമെന്ന്. അപ്പം പ്രൊഫഷണലായേ അത് ചോദിക്കോ? പ്രൊഫഷണലായ ഒരു ഹാൻഡ് മൈക്ക് ആരെങ്കിലും ഒരു ഹാൻഡ് മൈക്ക് കൊടുക്കും. പ്രൊഫഷണലായി ഞാൻ തന്നെ തരാം. പ്രൊഫഷണൽ മൈക്ക്. അതാണ് ജുബ്ബ ഇട്ടേക്കണ. അസീസ നിനക്ക് കഷ്ടപ്പെട്ടാണ് ഒരു മൈക്ക് ഒപ്പിച്ചു തന്നത്. അത് അയ്യോ, ഓക്കെ, ജയിലിൽ കിടക്കുന്ന പോലെ മൈക്ക് അല്ലേ? അല്ല പറ്റോ, ജയിലിൽ കിടക്കും പോലെ. വേറൊരു അന്യഗ്രഹത്തിൽ നിന്നും കേരളത്തിൽ ഇത്തിരി മിമിക്രി പഠിച്ച് പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റായി മാറിയ ഞങ്ങൾ മലയാളികൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന നെടുമങ്ങാട് മനോജ് അവതരിപ്പിക്കുന്ന വെടിക്കെട്ട്. മുത്തുക്കട ഒന്നുണ്ട, മുത്തുക്കട ഉണ്ട, 2 മുത്തുക്കട. ഒന്നുകൂടാ. ഇത് ഒരാളുടെ വായിൽ നിന്നും 2 ആളുടെ ശബ്ദം വന്നു. ഇതല്ലേ ആർട്ടിഫിഷ്യൽ പഠിപ്പിച്ചു കൊടുത്തത് മറന്നുപോയത്. അതെ, കണ്ടത് ആരാ ഹരിശ്രീ എഴുതിയത്? അതെ, എല്ലാരും ശരി നിർത്തിക്കോ. എന്താണ് അടുത്ത ഐറ്റം? അടുത്ത ഐറ്റം എന്താ? നമ്മള് അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും ഇല്ലാത്തൊരു കാര്യമാണെന്ന് പറയാം. പക്ഷേ ഈ എനിക്കില്ലെന്ന് നോക്കി. ഏലിയൻ അപ്ഡേഷൻ ഉണ്ട്. നേരത്തെ അവിടെ നിന്നിട്ട് നമ്മൾ ഏലൂർ ജോർജ് ചേട്ടൻ ജോർജ് സാറിന്റെ ശബ്ദം ചെയ്തില്ലേ? അപ്പൊ പുള്ളി അപ്പ എന്റെ അടുത്ത് പറഞ്ഞു, മനോജ് പറഞ്ഞു എനിക്ക് പുതിയ ഐറ്റം കിട്ടി. ഏത്? തുടരുമില്ല ജോർജ് സാറിന്. സത്യം ഇല്ലടാ, പറഞ്ഞില്ലടാ? പറഞ്ഞു. അതോ പറയിപ്പിച്ചോ? ശരി, അപ്പൊ അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോർജ് സാറിന്റെ വോയിസ് ആണോ കേൾക്കുന്നത്? ജോർജ് സാർ, അതായത് തുടരും സിനിമയിലെ നെടുമങ്ങാട് മനോജ് അവതരിപ്പിക്കുന്നു തുടരും സിനിമയിലെ ജോർജ് സാർ. കേൾക്കാം. മോനെ
ഞാനിവിടെ വന്നിട്ട് 12 മണിക്കൂറായി. ഇതിനിടയ്ക്ക് പല മിമിക്രി ഞാൻ കണ്ടിട്ടുമുണ്ട്, കണ്ട് പഠിച്ചിട്ടുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് പറയാണ് ഈ ഏലിയൻ മിമിക്രിയിൽ തുടരുന്നെ ചെയ്യും. അഖിലേ, ആ മനോജിന് ശേഷം ഒരു സാധനം കിടപ്പില്ലേ? എന്താണ്? അതൊന്ന് മാറ്റാൻ പറ്റുമോ? അതൊരു പ്രശ്നമുണ്ടല്ല. ഇവന്റെ കഞ്ഞിക്കൂടിയൊക്കെ എന്റെ വീട്ടിലായിരുന്നേ. ഇപ്പൊ എന്റെ റേഷൻ കാർഡിൽ അവന്റെ പേരുണ്ട്. അല്ല, അത് മാത്രല്ല, ഇനി അവൻ ആകാശത്ത് ചെന്നിട്ട് ബഹിരാകാശത്ത് ചെന്നിട്ട് പറയാം, അസീസ് നെടുമങ്ങാടക്ക് എന്റെ കൂട്ടുകാരനാണ്. കണ്ണൂർ സ്കോഡ് 3-4 വട്ടം ഓടും അവിടെ. നമുക്ക് പറ്റിയ പരിപാടി എന്താ അറിയാമോ? ഇതിനിപ്പോ കുറച്ച് സമയമല്ലേ കിട്ടിയുള്ളൂ. ഇവനെ നമുക്ക് പ്രസാദ് ഏട്ടന്റെ കലാഭവനിലോട്ട് തന്നെ വിടാം. ഇവ അവിടെ പോയി പഠിക്കട്ടെ. പഠിച്ചിട്ട് അടുത്ത വർഷം ഓണത്തിന് ഗുഡ് ഐഡിയ മിമിക്സ് പരിപാടി വിടാം വിത്ത് സ്പോട്ട് ഡബ്. ഓക്കെ, അത് ഏതെന്ന് പറയാ സ്പോട്ട് ഡബ് ചെയ്യുന്ന അവതാർ. പൊളിക്കും, നമുക്ക് കാണാം.